അപ്പൊ 2024 നിങ്ങൾ കെട്ടി അല്ലേ, കല്യാണം കഴിച്ചു, എന്തിന്? അതുള്ള ചോദ്യം അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഭയങ്കര വെല്ലുവിളിയുള്ള സമയമാണ്. അന്നൊക്കെ കൂടെ നിന്ന ഒരാൾ എന്നുള്ള സംഭവം. അപ്പം നമ്മളുടെ ഉയർച്ചയിൽ ഒപ്പം വളർന്നു വന്ന ഒരാളെന്നുള്ള ലെവലിൽ നിന്ന ആളാണ് ആവണി. അപ്പോൾ അന്നത്തെ ചലഞ്ചുകളും അന്നത്തെ നമുക്ക് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഒക്കെ കൂടുതലും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ആവണി. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പോൾ ഒരു സമയമായപ്പോൾ എന്തായി, ഓക്കെ എന്നാൽ കെട്ടാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ അപ്പം ഓട്ടിസം, ADHD പോലെയുള്ള അതൊക്കെയുള്ള ഒരു സ്പെഷ്യൽ കിഡ്സിന് അവർക്ക് തെറാപ്പിയും അവർക്കൊരു പുതുജീവൻ കൊണ്ടുവരാനുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. അശ്വിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങളതിന് മുമ്പ് ആമസോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏറ്റവും വൃത്തിയായിട്ട ചോദ്യമാണ്, മോശം ചോദ്യമാണ്. നിങ്ങൾക്ക് ആമസോൺ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കേണ്ടത്. അതിനുള്ള എബിലിറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരാൾക്ക് വന്ന് ജെന്യുവൻലി ഡൗട്ട് ചോദിക്കാം. മുമ്പ് നിങ്ങൾ ആമസോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ 19ാമത്തെ വയസ്സിൽ മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ വരുമ്പോൾ നീ മുമ്പ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ചോദിക്കുന്ന പ്രസക്തിയില്ല. സാം ആൽട്ട്മാൻ ChatGPT ഉണ്ടാക്കാൻ വരുമ്പോഴേക്കും നീ മുമ്പ് വല്ല ഓപ്പണായി ChatGPT ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിക്കുന്ന പ്രസക്തിയില്ല. ഇതിവർക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇവർക്ക് ഓക്കെ, ഇവർക്ക് ഇത് നമ്മൾ ബാക്ക് ചെയ്താൽ, അപ്പോൾ ബാക്ക് ചെയ്താൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വന്നില്ലേ, ഇവരൊക്കെ വന്ന് ബാക്ക് ചെയ്താൽ ഇത് കഴിയുമോ എന്നുള്ളതാണ്. ഹായ് ഓൾ, അൺടോൾഡ് സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ടാൽറോപ്പിന്റെ ബോർഡ് ഡയറക്ടറും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായ അജീഷ് സതീശൻ, അതോടൊപ്പം തന്നെ ടാൽറോപ്പിന്റെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം സ്ട്രാറ്റജിസ്റ്റ് ആവണി രാമചന്ദ്രൻ. വെൽക്കം ഓൾ. അയ്യോ, അപ്പോൾ നമ്മൾ ശരിക്കും കഥ പറഞ്ഞു തുടങ്ങാൻ ഇപ്പൊ ടാൽറോപ്പിന്റെ കഥ 2015 മുതലാണെങ്കിലും അജീഷിന്റെ കഥ പറയാനുള്ളത് 2017 മുതലാണ് അജീഷിന്റെ കഥയുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ ജോൺസുമായിട്ടിരുന്ന സമയത്ത് നമ്മളത് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2017 ടാൽറോപ്പ് എന്ത് ചെയ്യുന്നു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സിറ്റിക്കിലേക്ക് വരുന്നു. ആ സിറ്റിക്കില് ആദ്യത്തെ ഒരു 20 പേരടങ്ങുന്ന ടീം, ആ ടീമിൽ 10 ഗേൾസ് 10 ബോയ്സിൽ 10 ബോയിൽ ഒരാളായിട്ട് അജീഷ് സതീശൻ ജോയിൻ ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ടാൽറോപ്പ് എന്നുള്ളത് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അന്ന് ഇപ്പം 2017 ലാസ്റ്റിലാണ് വരുന്നത്. അപ്പൊ അന്ന് ആക്ച്വലി അനന്തരാമേട്ടൻ വിളിക്കുന്നു, പറയുന്നു ഒരു ടീം വരുന്നുണ്ട്, നിങ്ങൾ പോയി കാണണം. ആ ഒരു രീതിക്കാണ് വരുന്നത്. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇപ്പൊ അന്ന് നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ അന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ക്യാമ്പസുകളിൽ പോകണം, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നും ഉണ്ടാവുന്ന ഇന്നോവേഷൻസ് പുറത്തേക്ക് കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പേപ്പറിൽ എഴുതിയിട്ടും അന്ന് വെറും സ്വപ്നങ്ങൾ മാത്രമായിട്ട്. അതായത് രാത്രിയൊക്കെ വെറുതെ അവിടെ KVPS ടെക്കീസ് പാർക്കിനകത്ത് ഇരുന്ന് ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ ഇന്ന്. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ ഇപ്പോൾ 2015 മുതൽ ടാൽറോപ്പിനെ നോക്കുമ്പോഴും അത്രയും ആ ജേണിയിൽ നമുക്ക് ഒരുപാട് മൈൽ സ്റ്റോൺസ് കാണാൻ പറ്റും. ഇന്ന് ഭയങ്കര സ്പീഡാണ് കാര്യങ്ങൾ എല്ലാം. ഇപ്പം വില്ലേജ് പാർക്ക് ആണെങ്കിലും വിത്തിൻ 1 ഇയർ 100 വില്ലേജ് പാർക്കിന്റെ സംഭവത്തേക്ക് ഹിറ്റ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡാണ്. അന്നത്തെ സ്വപ്നങ്ങളൊക്കെ ഇന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്ന് വരുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം നമ്മൾ ആലോചിക്കുന്നുണ്ടാ, ഞങ്ങൾ ഒരു ദിവസം ഇടയ്ക്കൊക്കെ ആലോചിക്കും. ഇപ്പം ജോൺസൊക്കെ ആയിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ജോൺസൊക്കെ അന്ന് എന്തായിരുന്നു, ഇന്ന് എന്താണ്. അത് വലിയൊരു സംഭവമാണ്. അത് നമുക്ക് അതൊരു ഫീലാണ്. പെട്ടെന്ന് പറഞ്ഞെടുക്കാൻ പറ്റുന്ന സാധനമല്ല, ആണ് സംഭവം. അതാണ്. അപ്പൊ നമ്മളിപ്പോ 2017 എനിക്ക് 2017 ലാസ്റ്റ് നമ്മൾ ടെക്കിസ് പാർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഏകദേശം ഒരു ജൂണോടുകൂടി നിങ്ങൾ നമ്മുടെ ടീമിലേക്ക് വന്നു. ഓക്കെ, ജൂലൈയോടുകൂടിയാണ് നമ്മുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് ടാൽറോപ്പ് പറഞ്ഞു വെക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് കേരളത്തിൽ നമുക്ക് ടാലൻസിനൊന്നും ഒരു പ്രശ്നമില്ല, ക്യാമ്പസുകളിലൊക്കെ ആവശ്യം പോലെ ടാലൻസ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് ആമസോൺ, ഫേസ്ബുക്ക് ഒന്നും നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ടെസ്ലയും നമുക്ക് ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു വിശ്വാസം, ഒരു സബ് കോൺഷ്യസ് ബിലീഫ് ആണല്ലോ. ആ ഒരു വിശ്വാസം വരാത്തത് കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇവിടെ ആളില്ലാഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ പറയുന്ന അന്നിപ്പോ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ടാലന്റ് ഫോഴ്സ് ടാൽറോപ്പിൽ വന്നു, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ കേരളത്തിൽ എത്ര 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ എത്ര കോളേജുകളുണ്ട്,
എത്ര സ്കൂളുകളുണ്ട്. ഈ ടാലന്റുകളൊക്കെ ഒരുമിച്ചൊന്ന് ഇറങ്ങി നിന്നാൽ അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു ഫ്രെയിം വർക്ക് ഒരുക്കണം. അതാണ് സത്യത്തിൽ ടാൽഡ്രോപ്പ്. ടാൽഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കും ടാൽഡ്രോപ്പ് എന്താണ്, IT കമ്പനിയാണോ, ടാൽഡ്രോപ്പ് ഒരു എഡ്യൂക്കേഷൻ കമ്പനിയാണോ, ടാൽഡ്രോപ്പ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ 2015 നമുക്ക് IT കമ്പനിയാണെന്ന് പറഞ്ഞു കൊടുക്കാനേ കഴിയും. 17 നമ്മളത് എഡ്യൂക്കേഷൻ കമ്പനി ആയിട്ട് പറയും, 20 അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ട് പറയും, 23 ആളുകൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിട്ടാണ് കണ്ടത്, പല ആംഗിളിലാണ് കാണുന്നത്. പക്ഷെ ടാൽഡ്രോപ്പ് എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ഗ്ലോബൽ വെഞ്ചർ ബിൽഡർ എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥയാണ്. അപ്പൊ ഈ ആവാസ വ്യവസ്ഥയിൽ ഓരോ കോളേജിന്റെ ടാലന്റുകൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഈ ഒരു വിഷനായിരുന്നു സത്യത്തിൽ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴേക്ക് എങ്ങനെ ഈ ടാലന്റുകളെ ചെയ്യാം. അപ്പൊ അന്ന് എന്തൊക്കെ പറയാം, ഞാൻ ഇപ്പോഴത്തെ കോളേജിലൊക്കെ കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് മാതൃക ഉണ്ട്, ഉണ്ടാ ജോൺസ് കണ്ടില്ലേ, അജീഷ് കണ്ടില്ലേ എന്ന് പറയുന്ന സംഭവം. പക്ഷെ നിങ്ങളുടെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ, നിങ്ങൾ ഇങ്ങനെ നിന്നാല് നിങ്ങൾക്ക് നല്ല കരിയർ ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ റെവല്യൂഷന്റെ പാർട്ടാകാം എന്നുള്ളത് പറയാം. അപ്പൊ അത് നമ്മൾ ഈ ഫസ്റ്റ് ഒക്കെ പറയുമ്പോൾ അജീഷിന് അത് എത്രത്തോളം ഡെപ്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? അന്ന് ഇപ്പൊ അന്ന് ആകെ നമ്മളിപ്പോ കുസാറ്റിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ കുസാറ്റിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ കുറെ പുറത്തുനിന്നുള്ള ഒരു എക്സ്പോഷർ ഉണ്ട്. അതായത് കുസാറ്റിലായതുകൊണ്ടാണ് ഇപ്പൊ ടാൽഡ്രോപ്പിന്റെ ടീം എന്ന് പറഞ്ഞിട്ട് സഫീർക്കും ഷമീർക്കൊക്കെ ഒരുമിച്ച് വരുന്നത്. അത് കുസാറ്റ് ആയതുകൊണ്ടാണ്, ക്ലോസ്ഡ് ക്യാമ്പസിന്റെ ഒരു രീതിക്കല്ല കുസാറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അന്ന് നമ്മളത് പറയുമ്പോൾ സത്യം പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഞങ്ങളന്ന് വിചാരിച്ചെന്താ അറിയോ, ഇപ്പൊ നമ്മള് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു സാധാ ഒരു ജോബ് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നു, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പാർട്ടായിട്ട് മാത്രം നിൽക്കും. അപ്പൊ ഇതൊരു റെവല്യൂഷനാണ്. ഇപ്പൊ ഒരു കോളേജിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ടീനേജ് കാലഘട്ടമാണ്. അപ്പോൾ അന്ന് വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ പല സിസ്റ്റത്തിനോടും നമ്മൾ ചോദ്യം ചോദിക്കും, ആ സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞു നടക്കുന്നതിനാണ്. അപ്പൊ ഒരു ടീം വന്ന് നമ്മുടെ പറയുന്നത് ഈ സിസ്റ്റം ഒന്നും ശരിയല്ല, അതെല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഈ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുതിയൊരു ശരി കൊണ്ടുവരാം. അപ്പൊ ആ പുതിയ ശരിയുടെ ഭാഗമാവണം എന്നായിരുന്നു അന്ന് നമ്മളെ എടുത്ത തീരുമാനം. ഓക്കെ, നമുക്ക് ആ പുതിയ ശരിയുടെ ഭാഗമാണ്. ജയിക്കോ തോൽക്കോ എന്നുള്ളതൊന്നും അന്നത്തെ സംഭവമല്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എടുത്ത് ചാട്ടം അങ്ങനെ തന്നെ പറയണല്ലോ, നിങ്ങൾ എടുത്ത് ചാടിയത് ശരിയാണോ എന്നുള്ള സെൽഫ് ഡൗട്ട് വളരെ കാലം ഉണ്ടായിരുന്നു. അതിന്റെ പല റിപ്പിൾ എഫക്റ്റും നമ്മളുടെ കരിയറിലും നമ്മളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ അതൊരു ഭയങ്കര വലിയ സംഭവമാണ്. അതായത് നമ്മൾ സാന്റിക്ക് ചാടുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്, ഇത് ശരിയാണോ? പക്ഷെ പിന്നീട് അതിങ്ങനെ നമ്മൾ പിടിച്ചു നിന്നു. കാരണം ഓരോ തവണയും നമുക്ക് നല്ല മെന്റേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും മെന്റർ ചെയ്യുന്നു പ്രോപ്പറായിട്ട്. ഓക്കെ, ഇതാണ്. അപ്പം ആ ശരികൾ നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ലൈഫിലോട്ട് ഇങ്ങോട്ട് ചോദിച്ചിരുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ നിൽക്കുന്നത് ഒരിക്കലും മോട്ടിവേഷനിലല്ല, പിന്നെ നിൽക്കുന്നത് ഈ വരുന്ന ശരികളൊക്കെ കറക്റ്റാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ അന്ന് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഒരു സെന്റൻസ് ആണ് എനിക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അതായത് ഇപ്പം അന്ന് പറഞ്ഞു, ഇപ്പം നമ്മൾക്ക് ഒരു ഏജിലാണ്, നമ്മളൊക്കെ ഇന്ന ആൾക്കാർ, നമ്മൾ ഓൾറെഡി ബിരുദം കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഏജ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് കിട്ടാതെ പോയ അവസരങ്ങൾ നമുക്ക് നമ്മളുടെ അനിയന്മാർക്ക് കൊടുക്കാം, നമ്മുടെ വരും തലമുറകൾക്ക് കൊടുക്കാം. അങ്ങനെ അവസരം ഒരുക്കുന്ന ഒരാളായിട്ടും കൂടി നിങ്ങൾക്ക് ടാൽഡ്രോപ്പിലോട്ട് വരാം എന്ന് പറഞ്ഞാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സംവിധാനം. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ടാൽഡ്രോപ്പ് പറഞ്ഞു വെക്കുന്ന ആശയങ്ങൾ കുറച്ച് വലിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ സത്യത്തിൽ പലപ്പോഴും ആ സമയത്ത് ഞാൻ നേരിട്ടുണ്ട് ഒരുപാട് കോളേജുകളിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്കോഡ് എന്നുള്ള ഒരു പേരിലാണ്, ടാൽഡ്രോപ്പ് സ്കോഡ് എന്നുള്ള ഒരു പേരിലാണ് നിങ്ങളൊക്കെ അന്ന് വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോഴും നമ്മൾ കണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഭയങ്കര പാഷനേറ്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട്, അവർക്കറിയാം, അവരത് റിയാലിറ്റി അനുഭവിച്ചു വന്നതാണ്. കാര്യം ഗ്രാജുവേഷൻ ഫൈനൽ ഇയറിൽ നിന്നിട്ടും അവർക്ക് ഇൻഡസ്ട്രി എന്താണെന്ന് അറിയില്ല, ജോബിന് എന്ത് പോകണമെന്ന് അറിയില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ഇത് കിട്ടണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ എങ്ങനെ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി എടുക്കലായിരുന്നു സംഭവം. കാര്യം ഓക്കെ, പറയാൻ എല്ലാവർക്കും ഈസിയാണ്, പക്ഷെ ഇത് ഇവർക്ക് എല്ലാവർക്കും വരാനും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാം. അതിൽ തന്നെയായിരുന്നു സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റി, ഭംഗിയായിട്ട് നല്ലൊരു ടീം, അന്ന് വന്ന ടീം വളരെ എഫക്റ്റീവായിട്ട് നിന്നതുകൊണ്ട് തന്നെ അത് സിംപ്ലി സോൾവ് ചെയ്യാൻ പറ്റി. കാര്യം എല്ലാവർക്കും ഡൗട്ടാണ്. ഒന്നാമത്തെ സംശയം എന്താണ്, ടാൽഡ്രോപ്പ് നേരിടേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നാട്ടിൽ നിന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും ടെസ്ലയൊക്കെ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ ആമസോണും ഫേസ്ബുക്ക് പോലത്തെ സംഭവം ഒന്നും ഉണ്ടാവില്ല എന്ന ഒരു ബിലീഫ് ഇവിടെ ആളുകൾക്കുണ്ട്. അപ്പൊ അതിനെതിരായിട്ട് പറയുന്നവരാണ് നമ്മൾ.
രണ്ട്, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഫ്ലോസ് ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിൽ നിൽക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാറുണ്ട്. പകരം ഒരു സംഭവം എന്ത് എന്നുള്ളതിന് ആർക്കും ഉത്തരമില്ലാത്ത സമയത്ത് നമുക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു, നമുക്കൊരു ബിലീഫ് ഉണ്ടായിരുന്നു, ഒരു ഉത്തരം ഉണ്ടായിരുന്നു. അതാണ് സത്യത്തിൽ ടാൽറോപ്പിനെ എല്ലാവരും പറഞ്ഞു 2015 തന്നെ മിഷൻ ഫെയിൽ ആയി പോകുന്നു പറഞ്ഞില്ലേ, 16 ഫെയിൽ ആവും, 17 ഫെയിൽ ആവും, ചിലപ്പോൾ ചില ആളുകൾ 25 ഫെയിൽ ആവും പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഇത് ഫെയിൽ ആകില്ല എന്നും ഇതിന്റെ ഗ്രൗണ്ടും ഇതിന്റെ ഫൗണ്ടേഷനും ഇതിന്റെ തോട്ട് പ്രോസസ്സും ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ടീമിന്റെ എബിലിറ്റിയും കപ്പാസിറ്റി ഒക്കെ അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നത്. അല്ലാണ്ട് സ്ട്രഗിളും പ്രശ്നങ്ങളും ഒന്നും അല്ലല്ലോ ഒരു സംവിധാനത്തിന്റെ പ്രശ്നം, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്, എബിലിറ്റിയാണ്. നമ്മളോട് ആശയങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ അതിന് മുമ്പ് ആമസോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏറ്റവും വൃത്തിയായിട്ട ചോദ്യമാണത്, മോശം ചോദ്യമാണത്. നിങ്ങൾക്ക് ആമസോൺ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കേണ്ടത്. അതിനുള്ള എബിലിറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരാൾക്ക് വന്ന് ജെന്യൂൻലി ഒരു ഡൗട്ട് ചോദിക്കാം. മുമ്പ് നിങ്ങൾ ആമസോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പൊ 19ാമത്തെ വയസ്സിൽ മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ വരുമ്പോൾ നീ മുമ്പ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രസക്തിയില്ല. സാം ആൽട്ട്മാൻ ചാറ്റ് GPT ഉണ്ടാക്കാൻ വരുമ്പോഴേക്കും നീ മുമ്പ് വല്ല ഓപ്പൺ ചാറ്റ് GPT ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പ്രസക്തിയില്ല. ഇത് ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇവർക്ക് ഓക്കെ, ഇവർക്ക് ഇത് നമ്മൾ ബാക്ക് ചെയ്താൽ, അപ്പൊ ബാക്ക് ചെയ്യുന്ന അവിടെ ഇൻവെസ്റ്റേഴ്സ് വന്നില്ലേ, ഇവരൊക്കെ വന്ന് ബാക്ക് ചെയ്താൽ ഇത് കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കണ്ടതും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഫ്രെയിം വർക്ക് വേണം അതിൻ്റെ അകത്ത്. അതിന് ഒരുപാട് ആളുകളെ വിശ്വസിച്ച് വരണം. അതിലെ ആദ്യ കാലഘട്ടത്തിൽ വിശ്വസിച്ച് വന്നവരാണ് ആക്ച്വലി എന്തിട്ടുണ്ട് കിസാരിലെ ടീമും അജീഷും ജോൺസും ഒക്കെ. അപ്പോ പാവണിയുടെ കഥ നേരെ വ്യത്യസ്തമാണ്. തിരിച്ചു പറയാം, പാവണി രാമചന്ദ്രൻ ടാൽറോപ്പിന്റെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിന്റെ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഇപ്പോ അജീഷ് കണ്ടുവന്ന ഒരു ടാൽറോപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടാൽറോപ്പാണ് ആവണി കണ്ടിട്ടുള്ളത്. കാര്യം ആവണി 2022 ഡോക്ടറായിട്ട് ഇറങ്ങി, ദെൻ 2 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പം ഡോക്ടർ ആവണി. അപ്പൊ നമ്മൾ ആദ്യം ഇനിഷ്യലി ആവണി രാമചന്ദ്രൻ എന്ന് പറഞ്ഞേ ഉള്ളു, പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഡോക്ടർ ആവണി രാമചന്ദ്രൻ. അപ്പൊ ഡോക്ടർ ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ എന്തിട്ടുണ്ട് ഇപ്പം ഡെന്റൽ ഡോക്ടറായിട്ട് അല്ലെങ്കിൽ BDS ആ മേഖലയിലേക്ക് പോകേണ്ട ഒരാള് ടാൽറോപ്പിന്റെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിന്റെ സാധ്യതകൾ കണ്ട് ഇവിടെ ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജി, ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു വലിയൊരു ആവാസ വ്യവസ്ഥ ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇന്നോവേഷൻസ് ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് ആവണി വിശ്വസിച്ചു. അതുകൊണ്ടായിരിക്കുമല്ലോ 2025 അവൻ ഇതെല്ലാം കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയപ്പോൾ ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഫോർമുല തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക, കോളേജുകളിൽ ടെക്കീസ് പാർക്ക് ഒരുക്കുക, സ്കൂളുകളിൽ ഇൻവെന്ററി പാർക്ക് ഒരുക്കുക, ഗ്രാമങ്ങളിൽ വില്ലേജ് പാർക്ക് ഒരുക്കുക. ഇവിടെ ടാലന്റുകൾ കണക്ട് ചെയ്യുക, ടാലന്റുകൾ വരിക, അവരെ നർച്ചർ ചെയ്യുക, എന്നിട്ട് അവർ ഇന്നോവേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഹെൽത്ത് കെയറിൽ ഇന്നോവേഷൻസ് ഉണ്ടാക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അവനിക്ക്. ഇപ്പൊ നമ്മൾ പറയുന്ന ഹെൽത്ത് കെയറിൽ നമുക്കിപ്പോ ടൈക്സ് വാലി എന്നൊരു ഇന്നോവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്പേസ് എന്നുള്ളൊരു ഇന്നോവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ന്യൂറോവിൻസ് എന്നുള്ളൊരു ഇന്നോവേഷൻ ഉണ്ട്, ഫിട്രോവിയ എന്നുള്ളൊരു ഇന്നോവേഷൻ ഉണ്ട്, സ്മൈലോറ എന്നുള്ളൊരു ഇന്നോവേഷൻ. ഇപ്പൊ 5 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങളെ ഇപ്പം ഉൾക്കൊള്ളുന്ന, എന്നാൽ നമ്മളിപ്പം 20ഓളം കോൺസെപ്റ്റുകളാണ് ഇപ്പൊ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 5 എണ്ണം ഇപ്പൊ ആവണി ഇങ്ങനെ പതിയെ പിച്ച വെപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ അന്ന് സ്റ്റേപ്പ് വന്നതുപോലെ, അല്ലെങ്കിൽ ടെഗെയിൻ വന്നതുപോലെ, അജീഷ് ഒക്കെ പേഴ്സണലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഡെറ്റ് വരുന്നത് പോലെ ഇന്നിപ്പം ആവണി അണ്ടറിൽ ഇപ്പൊ 5 പ്രോജക്റ്റുകളാണ് വരുന്നത്. അപ്പൊ ഈ ടാൽറോപ്പ് അല്ലെങ്കിൽ ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റം, ടാൽറോപ്പിന്റെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം, ടാൽറോപ്പിന്റെ ഇന്നോവേഷൻസ്, ഈ ഒരു മഹാസാഗരത്തെ എങ്ങനെയാണ് ഡോക്ടർ ആവണി രാമചന്ദ്രൻ നോക്കി കാണുന്നത്? ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നോർമലി ഒരുപാട് ക്ലിനിക്സ്, ഹോസ്പിറ്റൽസ് എല്ലാം ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് തുടങ്ങാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിൽ മെഡിക്കൽ മോൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും അതിലിങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത കുറച്ച് ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്സും നമ്മൾ കൊണ്ടുവന്നത്. ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ടൈക്സ് വാലി. ടൈക്സ് വാലിക്ക് ഇപ്പം ഒരു 4 ക്ലിനിക്സ് ഉണ്ട്, മലപ്പുറത്തും ട്രിവാൻഡ്രത്തൊക്കെ ആയിട്ട്. അപ്പോൾ ടൈക്സ് വാലി ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അപ്പം ഓട്ടിസം, ADHD പോലെയുള്ള അതൊക്കെയുള്ള ഒരു സ്പെഷ്യൽ കിഡ്സിന് അവർക്ക് തെറാപ്പിയും അവർക്കൊരു പുതുജീവൻ കൊണ്ടുവരാനുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. ബേസിക്കലി ഇപ്പം ക്ലിനിക് മോഡൽസ് ആണ് നമുക്കുള്ളത്. ADHD, ഓട്ടിസം പോലെയുള്ള അതൊക്കെയുള്ള സ്പെഷ്യൽ കിഡ്സിന് കറക്റ്റായിട്ടുള്ള തെറാപ്പിയും കാര്യങ്ങളും കൊടുക്കാനായിട്ടാണ് നമ്മൾ ടൈക്സ് വാലി കൊണ്ടുവന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ ഇപ്പം ഇങ്ങനെ സ്പെഷ്യൽ കിഡ്സിനെ പലരും അവർക്ക് വേണ്ട തെറാപ്പി ഒന്നും കൊടുക്കുന്നില്ല. അവരുടെ കണ്ടീഷൻ എന്താണോ അവർ ആ ലൈഫ് മുതൽ അതേ കണ്ടീഷനിൽ തുടരുകയാണ്. അതിൽ നിന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈക്സ് വാലി പോലെയുള്ള സെൻറ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സെൻറ്റേഴ്സൊന്നും ഈവൻ കേരളത്തിലും ഇന്ത്യയിലും ഇല്ല. ഒന്നാമത് ഇങ്ങനെ സ്പെഷ്യൽ കിഡ്സിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മെച്ചപ്പെടും, അവർക്ക് ബാക്കിയുള്ളവരെ പോലെ അവരെ ലൈഫ് ലീഡ് ചെയ്യാൻ കഴിയും എന്ന് പോലും നമ്മുടെ സമൂഹത്തിൽ അവയർനെസ്സും കുറവാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ
അവയർനെസ്സും കൊടുക്കുന്നുണ്ട്. ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള തെറാപ്പിയും നമ്മൾ അതിൻ്റെ തെറാപ്പിസ്റ്റുകളെ വെച്ചിട്ട് തന്നെ തെറാപ്പിയും കൊടുക്കുന്നുണ്ട്. ടൈക്സ് വാലിയിൽ നമുക്ക് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെയുള്ള തെറാപ്പിസ്റ്റുകളൊക്കെ അവരുടെയൊക്കെ സേവനം ലഭ്യമാണ്. അതെ, ടെക്നോളജി മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടല്ലേ ടൈക്സ് വാലി. അതെ. ഇപ്പൊ ഹോസ്പീസിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് ഹോസ്പീസ് ഫോക്കസ് ചെയ്യുന്നത്? ഹോസ്പീസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ജനറൽ ക്ലിനിക് മോഡൽ തന്നെയാണ്. എന്നാൽ അതിൽ നമുക്ക് ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഓൺലൈൻ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആൻഡ് ഓൾ ഓവർ ദ വേൾഡ് എവിടെ നിന്ന് വേണമെങ്കിലും പേഷ്യൻസിന് ആൻഡ് ഓൾ ഓവർ ദ വേൾഡ് ഉള്ള ഡോക്ടേഴ്സിനെയും നമുക്ക് കൺസൾട്ട് ചെയ്യാം. ഇപ്പം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അബ്രോഡ് ഉള്ളൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അതും അങ്ങനെയുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ സർവീസസും നമുക്ക് ലഭ്യമാണ്. ആൻഡ് ഹോസ്പേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പേസിൽ വന്നൊരു രോഗിക്ക് അവരെ നമ്മളൊരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു നമ്മൾ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കൊന്നൊരു മെഡിക്കൽ റെക്കോർഡില്ല ബേസിക്കലി. നമ്മളൊരു അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറോട് നമുക്ക് ആ ഒരു 5-10 മിനിറ്റ് നമ്മൾ ഡോക്ടറോട് സംസാരിക്കുന്നതിനെ അത് വെച്ച് മാത്രമേ ഡോക്ടർക്ക് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാവുന്നുള്ളൂ. അതിലുപരി നമ്മുടെ ഹെൽത്ത് ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയും, നമുക്ക് ചെറുപ്പത്തിൽ എന്തിനൊക്കെ അലർജി വന്നിട്ടുണ്ട്, ഏതൊക്കെ മെഡിസിൻസിന് അലർജി വന്നിട്ടുണ്ട്, എന്തൊക്കെ ഫുഡിന് നമ്മൾ അലർജിക്കാണ്, നമ്മുടെ ടോട്ടൽ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നൊക്കെ ഡോക്ടർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അവർക്ക് കുറച്ചുകൂടെ ഇതിനെ നന്നായി ട്രീറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരുപക്ഷെ എല്ലാം കണക്റ്റഡ് ആണല്ലോ. നമ്മുടെ ഹെൽത്തിൽ അതായത് നമുക്കൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെന്ന് വെച്ച് ബേസിക്കലി അത് അണ്ടർലൈങ് വേറെ ഹെൽത്ത് കണ്ടീഷൻസിൻ്റെ റിസൾട്ട് ആയിരിക്കാം അത്. അപ്പം നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി കറക്റ്റായി ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും നമ്മുടെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ മെഡിസിൻസും മെഡിക്കേഷനും എല്ലാം അതിനനുസരിച്ച് മെച്ചപ്പെടുത്താനും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ മെച്ചപ്പെടുത്താനും കഴിയും. അതിനായിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് ക്രിയേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഹോസ്പീസ് മെയിനായിട്ട് അപ്പം മെഡിക്കൽ റെക്കോർഡ് ക്രിയേഷനിലും കൂടെ ഫോക്കസ് ചെയ്യുന്നു. അതെ, ഇപ്പൊ ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിൽ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സത്യത്തിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് കുറച്ച് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കാൻ. ഇപ്പം മറ്റൊരു ഹോസ്പിറ്റലുകാരോ അല്ലെങ്കിൽ ക്ലിനിക്സിനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം ടാൽറോപ്പിന് ഇപ്പം ഇത്രയും വില്ലേജ് പാർക്കുകളും ഈ ഒരു വാർഡ് ലെവൽ കമ്മ്യൂണിറ്റി ആക്സസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന ലെവലിലേക്ക് അവരെ ഹോസ്പീസിലേക്ക് നമുക്ക് ഓൺബോർഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ നമ്മളൊരു ന്യൂറോവിൻസിലേക്ക് വന്നാൽ ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഒരു ഇന്നോവേഷൻ നമ്മുടെ ഹെൽത്ത് കെയറിൽ കൊണ്ടുവരുമ്പോൾ അത് മെയിൻ ആയിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ന്യൂറോവിൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ന്യൂറൽ ഡിസോർഡേഴ്സ് വന്നിട്ടുള്ളവരെ ട്രീറ്റ് ചെയ്യാനും ആൻഡ് ലൈഫിൽ എന്തൊരു ഡിസബിലിറ്റി വന്നിട്ടുള്ളവർക്കും ഒരു റീഹാബിനും കൂടെയാണ് ന്യൂറോവിൻസ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ട്രോക്ക് വന്നിട്ടുള്ളൊരു പേഷ്യൻ്റ്, അയാളുടെ ലൈഫ് സേവിങ് നടന്നിട്ടുണ്ടാവും ഫ്രം ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾ. അതായത് അവരുടെ ലൈഫ് അവിടെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം അവർക്ക് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരണമെങ്കിലുള്ള റീഹാബും കാര്യങ്ങളുമാണ് ന്യൂറോവിൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, നമ്മൾ അഡ്വാൻസ് ടെക്നോളജീസും റിസർച്ചും ഒക്കെ നമ്മളിപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു വെഞ്ചറും കൂടിയാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഫിട്രോവിയിലേക്ക് വന്നാൽ ഫിട്രോവി എങ്ങനെ നോക്കിക്കാണുന്നു? ഫിട്രോവിയ നമ്മുടെ മെഡിക്കലി അസിസ്റ്റഡ് ജിമ്മാണ്. അതായത് യൂഷ്വൽ ജിംസ് നമുക്ക് എവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഫിട്രോവിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഫിട്രോവിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ അതായത് നമ്മുടെ മെഡിക്കൽ ചെക്കപ്സ് എല്ലാം നടത്തും. ഈവൻ ഇൻക്ലൂഡിങ് ബ്ലഡ് ടെസ്റ്റ്സ് എല്ലാം മെഡിക്കൽ ചെക്കപ്സും നടത്തി ആൻഡ് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസും കൂടെ ചോദിച്ച് മനസ്സിലാക്കും. ആൻഡ് ഡോക്ടർ അസിസ്റ്റഡ് ജിമ്മും കൂടെയാണ്. അപ്പം ബേസിക്കലി നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജിം എക്യുപ്മെന്റ്സും കാര്യങ്ങളാണ് നമ്മളെ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. നമ്മളിപ്പം നോർമലി കേൾക്കുന്നതാണ് ജിമ്മിൽ കുഴഞ്ഞു വീണു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഒഴിവാക്കാനും കൂടിയിട്ടാണ് നമ്മുടെ ഹെൽത്തിനനുസരിച്ചുള്ള ട്രെയിനിങ് ആയിരിക്കും നമുക്ക് അവിടെ ലഭിക്കുന്നത്. അതെ അതെ. പിന്നെ നമ്മളിപ്പോൾ 5ാമത് ലോഞ്ച് ചെയ്തേക്കുന്ന സ്മൈലോറ, അതാണ് കുറച്ചും കൂടി ഒരു ആവണിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു പ്രോജക്റ്റും കൂടിയാണ്. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? സ്മൈലോറ നമ്മളൊരു അഡ്വാൻസ്ഡ് ഡെന്റൽ സെന്റർ ആണ് കൊണ്ടുവരുന്നത്. കൂടുതൽ സാധാരണ ഒരു ഡെന്റൽ ക്ലിനിക്കിനേക്കാളും നമ്മൾ കൂടുതൽ ടെക്നോളജി അവിടെ ഇൻവെന്റ് ചെയ്യാനും കൂടുതൽ റിസർച്ചുകൾ നടത്താനും കൂടി വേണ്ടിയിട്ടാണ് സ്മൈലോറ. ആൻഡ് ഓൾറെഡി ഡെന്റിസ്ട്രി വളരെയധികം ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡെന്റിസ്ട്രി മെഡിക്കൽ ഫീൽഡിൽ തന്നെ. കാരണം മെഡിക്കൽ ഫീൽഡിൽ ടോട്ടലായി നോക്കിക്കഴിഞ്ഞാൽ തന്നെ 90% പ്രൈവറ്റൈസ്ഡ് ആണ് ഡെന്റിസ്ട്രി എസ്പെഷ്യലി. ആൻഡ് സോ നമ്മൾ ഒരുപാട് ടെക്നോളജി നമുക്കതിൽ കൊണ്ടുവരാൻ കഴിയും. ആൻഡ് നമ്മൾ ലേസർ അസിസ്റ്റഡ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതേപോലെ
VR തെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പൊ സ്മൈലോറയിൽ നമ്മൾ പിന്നെ യൂഷ്വൽ ട്രീറ്റ്മെന്റ്സും ഉണ്ടാവും, പിന്നെ ഡെന്റൽ അവെയർനെസ്സും പ്രിവെൻഷനിലൊക്കെ നമ്മൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യും സ്മൈലോറ. അതെ, ഇപ്പൊ നമ്മളിപ്പോ ടാൽറൂപ്പിന്റെ ഒരു ഗ്ലോബൽ വെഞ്ചർ ബിൽഡർ എക്കോസിസ്റ്റം, ആ എക്കോസിസ്റ്റം ശരിക്കും 4 മേജർ പില്ലറുകളാണ്, 4 മേജർ സിസ്റ്റംസ് ആണ്. അതിലൊന്ന് നമ്മുടെ ഫൗണ്ടേഷൻ സിസ്റ്റം. ആ ഫൗണ്ടേഷൻ സിസ്റ്റമാണ് ടാൽറൂപ്പിന്റെ ഒരു ബ്രാൻഡ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ടാലൻസ്, ക്യാപിറ്റൽ മാനേജ്മെന്റ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ലീഗൽ പ്രസൻസ്, ഇതൊക്കെ ഉറപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വന്ന് ഗ്രൗണ്ട് ലെവലിൽ ഒരു ആക്സസ് ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാലുള്ള 2 ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, 2 സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അജീഷിന്റെ കോർ കോൺസെപ്റ്റ് R&D സിസ്റ്റം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതായത് ഫ്യൂച്ചർ ഡീപ് ടെക് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ആ സിസ്റ്റം. അത് കഴിഞ്ഞിട്ടാണ് ആക്സിലറേറ്റർ സിസ്റ്റം. ആക്സിലറേറ്റർ സിസ്റ്റത്തിലാണ് ഇപ്പൊ ആവണിയൊക്കെ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഹെൽത്ത് കെയർ ഡിവിഷൻ എന്ത് ചെയ്യുന്നത്, ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ 20ഓളം ഹെൽത്ത് കെയർ വെഞ്ചേഴ്സ് നമ്മുടെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിൽ വരുന്നു. അതിൽ ആദ്യത്തെ 5 നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തു, അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരും. ഇപ്പൊ നമ്മളിപ്പോ പലപ്പോഴും ഇപ്പൊ ഹോസ്പേസ് നമ്മൾ ക്ലിനിക് മോഡലിൽ കൊണ്ടുവരുന്നു, ടാക്സ് വാലി ക്ലിനിക് ആയിട്ട് കൊണ്ടുവരുന്നു, സ്മൈലോറ ക്ലിനിക് ആയിട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫിസിക്കൽ ടച്ച് പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളിപ്പോ ടാൽറൂപ്പിന്റെ എക്കോസിസ്റ്റത്തിൽ നമ്മൾ അതിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ തന്നെ പബ്ലിക്കിന്റെ അടുത്ത് നമ്മളിപ്പോൾ പറയുന്ന സംഭവം തന്നെ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡേറ്റ വേണം, നമുക്കൊരു കമ്മ്യൂണിറ്റി ആക്സസ് വേണം. ഈ ഡേറ്റയിൽ നിന്നാണ് നമ്മളിത് പഠിച്ചിട്ട് ഇപ്പൊ AI ഇന്റഗ്രേഷൻ നടത്തണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡേറ്റ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് പറ്റണം. അവിടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്വാൻസ്ഡ്. അപ്പോൾ വേൾഡിൽ വരുന്ന ടെക്നോളജി, വേൾഡിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ ഈ സംവിധാനത്തിലേക്കും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ കൂടി നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ടെക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും, അത് അവിടെ നിൽക്കും. പക്ഷെ നമുക്ക് തന്നെ നമ്മുടേതായ ഒരു സ്വന്തം സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റും. കാര്യം ഇവിടെ കൺവെൻഷണൽ സിസ്റ്റത്തിൽ നമ്മൾ നേരിട്ട് സംഭവം ഇനിഷ്യൽ നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ കൺവെൻഷണൽ സിസ്റ്റത്തിലുള്ള ആളുകൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഒരു കൺവെൻഷണൽ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ടെക്നോളജി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം അജീഷ് ഇപ്പൊ R&D സിസ്റ്റത്തിലേക്ക് ഈ ഒരു ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിലെ പ്രോജക്റ്റുകൾ നമ്മളിപ്പോ ഒരു ഡീപ് ടെക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ സ്കൂളുകളിൽ നിന്നേ ആ മെഡിക്കൽ ലെവലിൽ പറ്റുന്ന ടാലന്റുകൾ നമ്മളിപ്പോൾ ഇൻവെന്ററി പാർക്കുകളിൽ വരുന്നു. കോളേജുകളിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ R&D ക്യാമ്പസ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ലൊരു വർക്ക് ഫോഴ്സിന് ഇൻഡസ്ട്രിയിൽ തന്നെ ഓരോ എക്സ്പെർട്ടൈസ് നിൽക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നിൽക്കാൻ പറ്റുന്ന ടാലൻസിനെ എടുക്കുന്നു. അങ്ങനെ നമ്മുടെ R&D സിസ്റ്റം നമ്മളിപ്പോൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നമ്മുടെ ഒരു R&D സിസ്റ്റവും ഈ ഹെൽത്ത് കെയറും കൂടി കണക്ട് ചെയ്ത് പറയാനുള്ളത്? ഇപ്പൊ ഹെൽത്ത് കെയറിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കൺവെൻഷണൽ മോഡലിലാണ് ഫസ്റ്റ് ഫേസ് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ ഒരു റിസർച്ച് ഫേസും കൂടിയാണ്. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ വേണം. അപ്പം ടൈക്സ് വാലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ഫിസിക്കൽ ക്ലിനിക്കാണ്. ഓഫ് കോഴ്സ് കേരളത്തിൽ അങ്ങനെയുള്ള ക്ലിനിക്കുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലിനിക്കിന് അനിവാര്യമാണെങ്കിലും പക്ഷെ നമുക്കൊരു ഗ്ലോബൽ ഒരു വെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ അതൊരിക്കലും അത്രത്തോളം സ്കെയിലബിൾ അല്ല ഒരു ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. സ്കെയിലബിൾ ആണെങ്കിലും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ അത് സ്കെയിലബിൾ അല്ല. അവിടെ നമ്മൾ ടെക്നോളജിയെ പ്രോപ്പറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ടൈക്സ് വാലി ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോമാണ്. ടൈക്സ് വാലി ഒരു ക്ലിനിക്ക് മാത്രമല്ല. ഇപ്പൊ കാണുന്ന ടൈക്സ് വാലി ക്ലിനിക്ക് ആണെങ്കിലും ടൈക്സ് വാലി ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നിലവിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടൈക്സ് വാലി ഒരു സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനും അതിന് പറ്റിയ ചികിത്സ അല്ലെങ്കിൽ അതിന് പറ്റിയ റീഹാബിറ്റേഷനും കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ടൈക്സ് വാലി ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ടെക് പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, എവിടെ നിന്ന് വെച്ച് വേണം ഇപ്പൊ ലോകത്തെ ഏത് കോണിലുള്ള ആളുകൾക്കും ടൈക്സ് വാലിയുടെ അവരുടെ ചികിത്സ അല്ലെങ്കിൽ അവരുടെ സർവീസസിന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈക്സ് വാലി എന്ത് ചെയ്യും, മറ്റ് ക്ലിനിക്കുകൾക്കും ഇവരുടെ ആ ഒരു സർവീസസ് കൊടുത്ത് എല്ലാവരെയും ഒരു ജനറൽ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ടൈക്സ് വാലി ചെയ്തു പോകുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ഡാറ്റ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ സംഭവം. അതായത് മെഡിക്കൽ റെക്കോർഡുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക. ഒരു വ്യക്തി ആക്സിഡന്റ് ആയിട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് എന്ന് ഒരിക്കലും അയാളോട് ചോദിക്കാൻ പറ്റില്ല. മേ ബി അയാളൊരു അബോധാവസ്ഥയിലായിരിക്കാം. അപ്പം അയാൾക്കൊരു മെഡിക്കൽ ഡാറ്റ ഇല്ലാതെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും മെഡിക്കൽ നെഗ്ലിജൻസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ അല്ലാത്തതുകൊണ്ട് അയാൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ അയാൾക്ക് നഷ്ടപ്പെടുന്ന, ചിലപ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെടാം. അതല്ലെങ്കിൽ അയാൾക്ക് വീണ്ടും പഴയൊരു ജീവിത രീതിക്ക് എത്തിക്കാൻ പറ്റില്ല. അവിടെ മെഡിക്കൽ ഡാറ്റയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ സംവിധാനമാണ് ഹോസ്പേസിലൂടെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ന്യൂറോവിൻസ് പറയുമ്പോൾ ന്യൂറോവിൻസിൽ ഇപ്പൊ R&D നടക്കപ്പെടുന്നത് നമ്മളൊരു സ്ട്രോക്ക് പോലത്തെ സംവിധാനങ്ങൾ സംഭവിക്കുന്നു. അതിപ്പോ വളരെ ചെറിയ പ്രായം മുതലേ ആളുകൾക്ക് വരുന്ന സംവിധാനമാണ്.
അപ്പം സ്ട്രോക്ക് ഒരാൾ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്നതിന് മുന്നേ അയാളുടെ ബോഡി കാണിക്കുന്ന ചില സിംറ്റംസ് ഉണ്ട്. അതിനെ ഒരു മീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ വെയറബിൾ ഡിവൈസ് വെച്ചിട്ടോ അതിനെ നമുക്ക് മുന്നേ തിരിച്ചറിയാൻ പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സ്ട്രോക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലത്തെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെക്കാനിസം ആണല്ലോ ഇപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ പ്രിവെൻഷൻ എടുക്കാൻ പറ്റുന്ന ഡിവൈസുകൾ അങ്ങനെയുള്ള R&D പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഫിട്രോവിയ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പൊ വീൽ ചെയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ തന്നെയാണ്. അപ്പൊ വീൽ ചെയർ എന്ന് വെച്ചപ്പോൾ പൊതുവെ ആഫ്റ്റർ സ്ട്രോക്ക് പേഷ്യൻസ് അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള ആളുകൾ, അപ്പൊ അവർക്ക് അവരുടെ വീൽ ചെയറിൽ ഒരു ടെക്നോളജി ഇന്റഗ്രേഷൻസ് കൊണ്ടുവരിക, അത് അവരുടെ ലൈഫിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറയ്ക്കുക. ഇപ്പൊ പല പേഷ്യൻസും ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ട് എന്താ, അവർ ചിലപ്പോൾ നല്ല കാലത്ത് അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരു പ്രായമാകുമ്പോൾ നമ്മൾക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് പറയും, അത് എന്തിനും നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ടെക്നോളജി ഇത്രത്തോളം ഡെവലപ്ഡ് ആണ്. അപ്പൊ ഈ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കുക. അപ്പൊ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു 80% കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ടെക്നോളജിയെ സഹായത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ടെക്നോളജികൾ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ എല്ലാവർക്കും അത് ഫീസിബിൾ ആവുന്ന മെത്തേഡിൽ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഫസ്റ്റ് തന്നെ വലിയൊരു പ്രൊഡക്റ്റിലോട്ട് നമ്മൾ പോകാത്തതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ അവയർനെസ്സിന്റെ കുറവുണ്ട്. ആ അവയർനെസ് നമ്മൾ നല്ല രീതിക്ക് ഇപ്പം ഡെന്റിസ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡെന്റിസ്റ്റ് നോക്കിയാൽ അറിയാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴാണ് ഒരു പല്ല് ഡോക്ടറെ കാണാൻ പോവുക, നമുക്ക് വേദന വരുമ്പോഴാണ്, നമ്മൾക്ക് സഹികെടുമ്പോഴാണ് നമ്മൾ പോകുള്ളൂ, അതിന് മുന്നേ നമ്മൾ പോയില്ല. പക്ഷെ ഒരു കണ്ണ്, കാത് അല്ലെങ്കിൽ നമ്മുടെ കാലിലൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകില്ല. നമുക്ക് കണ്ണ് ഭയങ്കര പ്രാധാന്യമാണ്, 2 ഉള്ളൂ. ചെവി ഭയങ്കര പ്രാധാന്യം. ഒരു ചെവി നമ്മൾ കേൾവി കുറവുണ്ട് നമ്മൾ കാണാൻ പോകും. പല്ല് 32 ഉണ്ട്. അപ്പൊ ഒന്ന് പോയാലും നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, പല്ല് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയിലും കൂടി R&D വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആളുകൾ എപ്പോഴും റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ഒക്കെ വളരെ റയറാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. അപ്പൊ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ക്ലിനിക്കിൽ പോവാതെ തന്നെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള റിസർച്ചാണ് ഒരു സൈഡിൽ മെഡിക്കൽ ഫീൽഡിൽ. നമ്മളിപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കാര്യം പറയുമ്പോൾ ടാലൂർ ആദ്യം കൊണ്ടുവന്ന ഇൻവെന്ററി പാർക്കാണ്. അപ്പൊ നമ്മളത് തിരുവനന്തപുരത്ത് നമ്മുടെ ലക്ഷ്മിലാസം സ്കൂളിൽ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നു. എന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ 22ാമത്തെ സ്കൂളിലേക്കാണ് ഇപ്പൊ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻവെന്ററി പാർക്കിനെ സ്കൂളുകൾ കാണുന്ന രീതിയുണ്ട്. അപ്പൊ ആദ്യം നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി സയന്റിസ്റ്റുകൾ ഉണ്ടാക്കുന്ന സ്കൂള് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്, സ്കൂൾ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇൻവെൻഷൻ നടക്കപ്പെടേണ്ട സ്ഥലമാണ്. ഒരു വളരെ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ബ്രെയിനൊക്കെയാണ് ഒരു സയന്റിസ്റ്റ് ലെവലിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് സ്കൂളിലെ എക്സിബിഷൻസിനെ കുട്ടികൾ കൊണ്ട് വെക്കുന്ന സാധനം കണ്ടാൽ ഞെട്ടും. കാരണം അതൊരു സയന്റിസ്റ്റ് ആണ് ആ സമയത്ത്. ശരിക്കും ആ സയന്റിസ്റ്റിനെ നമ്മളൊരു PG കഴിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യണത്. അതോടുകൂടി മരിച്ചു, സയന്റിസ്റ്റ് മരിച്ചു, ഒരു 10 വയസ്സിൽ. അപ്പൊ ആ സയന്റിസ്റ്റുകളെ അവിടെ നിന്ന് തന്നെ വളർത്തിയെടുത്ത് അവരേത് മേഖല, അഗ്രികൾച്ചർ ആണോ, ഹെൽത്ത് കെയറിലാണോ, ഫാഷൻ ആണോ, എന്റർടൈൻമെന്റിലാണോ, ഇവിടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇൻവെന്ററി പാർക്കൊക്കെ ഇപ്പം അജീഷ് ഇപ്പൊ അത് ഹെഡ് ചെയ്യുന്നു, സ്കൂളുകളിൽ സംസാരിക്കുമ്പോൾ എത്രത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് സ്കൂൾ മാനേജ്മെന്റിനൊക്കെ? ഇൻവെന്ററി പാർക്ക് ഇപ്പം ഒരു സ്കൂൾ മാനേജ്മെന്റ് ലെവലില് പതിലെടുക്കുന്നത് അപ്പൊ സയൻസ് ആൻഡ് ടെക് പഠിപ്പിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ പൊതുവെ കുട്ടികൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു കുറച്ചുകൂടി എക്സ്പേർട്ട് ആവും എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് സ്കൂളുകൾ എടുക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അവർ സംസാരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ അവരോട് പറയുന്നത് ഈ ഇൻവെന്ററി പാർക്കിലൂടെ സ്കൂളുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെട്ട APJ അബ്ദുൽ കലാമും നമുക്ക് നഷ്ടപ്പെട്ട CV രാമനെയും വീണ്ടെടുക്കാം എന്നുള്ളത് തന്നെയാണ് അതിന്റെ വിഷൻ. പക്ഷെ അതിന്റെ ഒപ്പം നമ്മൾ അവരുടെ അടുത്ത് പറയുന്ന വേറൊരു കാര്യം വെച്ചാൽ, സ്കൂളുകളിൽ എന്താണ് കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു അവർക്ക് ഏത് മേഖലയിലായിട്ടാണ് പോകേണ്ടത്. ഇപ്പൊ ഈവൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ സ്പോർട്സ് മേഖല എടുക്കുക. അപ്പൊ നമ്മളിപ്പോ സ്പോർട്സ് മെഡിസിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പോർട്സ് മേഖലയിൽ ഹൈ ജമ്പ് ചാടാൻ ഒരു കുട്ടിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ 100 മീറ്റർ ഓടാൻ ഒരു കുട്ടിക്ക് ഇഷ്ടമാണ്. 100 മീറ്റർ ഓടാൻ അവന്റെ ബോഡി ഓക്കെ ആണോ എന്നും കൂടിയുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ചില ആളുകളുടെ ഫ്ലാറ്റ് ഫീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പല ഡിസബിലിറ്റീസ് ഉണ്ടാവാം. അത് ഡിസബിലിറ്റി അല്ല, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ചിലപ്പോൾ അവർ എത്ര ശ്രമിച്ചാലും എക്സൽ ചെയ്യാൻ കിട്ടില്ല. എക്സംഷൻസ് ഉണ്ടാവാം, പക്ഷെ പൊതുവെ അങ്ങനെ പറയും. അതായത് ഇപ്പൊ നമ്മൾ 100 മീറ്റർ ഓടുന്ന ഒരാളുടെ ഒരു ബോഡി ഷേപ്പ്
അയാളുടെ കാലുകൾ എങ്ങനെയായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്കൂളുകൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അപ്പം ഇൻവെന്റർ പാർക്കിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇൻവെന്റർ പാർക്ക് ടാൽറോപ്പിലൂടെ, ഇപ്പൊ ടാൽറോപ്പിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് 28 ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. നമുക്ക് ലക്ഷ്യമുണ്ട് ഈ 28 ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു 140 ഡീപ് ടെക് സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന്റെ റിസർച്ച് ഇപ്പോഴേ നമ്മൾ തുടങ്ങണം. എന്നാലാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പം 2030 നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്ര ഡീപ് ടെക് കമ്പനീസ് കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ന് അതിന്റെ പരിപാടികൾ തുടങ്ങണം. എല്ലാവർക്കും അറിയാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഒരു മേഖല എന്ന് പറയുമ്പോൾ അതൊരു 1 or 2 ഇയേഴ്സിന്റെ റിസർച്ച് അല്ല, അത് എപ്പോഴും ഒരു 5 years 3 years അത്രയ്ക്ക് മിനിമം അതിലോട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വലിയൊരു കെട്ടിടം എടുത്തിട്ട് എല്ലാ പിള്ളേരെയും കൊണ്ട് അതിലിടാം, എല്ലാ ടീമിനെയും കൊണ്ട് ഇടാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് ഇനി വരുന്ന തലമുറയിലെ നല്ല ടാലന്റുകളെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അവർ നമ്മൾ സ്കൂളുകളിലേക്ക് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതാണ് ഇൻവെന്റർ പാർക്കിന്റെ ടാൽറോപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പെർസ്പെക്റ്റീവ്. നമ്മൾ അത് എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും എല്ലാ സ്കൂൾസിലും നമ്മളുടെ റിസർച്ച് ചെയ്യുന്ന ഒരു ടീമിന്റെ സർവീസ് അവിടെ ഉണ്ടാവും. അവർ ആ ഇൻവെന്റർ പാർക്കിന്റെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചെയ്യുക. ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടികൾ അവിടെയുള്ള ചില കുട്ടികളുണ്ടാവും. അപ്പൊ ചില കുട്ടികളത്തൊക്കെ നമ്മൾ പറയുന്ന കാര്യമുണ്ട്. ഇപ്പൊ ഒരു 5 വയസ്സായ കുട്ടിയുടെ ചോദിക്കണേ നിനക്ക് എന്താവണം എന്നൊക്കെ ചോദിച്ചാൽ ചിലരൊക്കെ പറയും, അല്ലെങ്കിൽ 5 അല്ല ഒരു 2ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടികൾ പറയും എനിക്ക് സയന്റിസ്റ്റ് ആവണം. എനിക്ക് സയന്റിസ്റ്റ് ആവണം എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചറുമായി ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും. അതൊരു +2 ആകുമ്പോൾ അതൊരു 2 or 1 ആയിട്ട് കുറയും. പിന്നെ അവസാനം ആകുമ്പോൾ ചിലപ്പോൾ ഒരാൾ എത്തി. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിൽ നല്ല സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ആളുകൾ പലപ്പോഴും ചിലപ്പോൾ ഇപ്പൊ ഏതെങ്കിലും ജോലിയിൽ പോയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു എവിടെ നെർച്ചർ ചെയ്യപ്പെടണമെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അവിടെ അതിനെ സയന്റിസ്റ്റ് ഒരു ജോബായിട്ടല്ലല്ലോ കാണുന്നത്, സയന്റിസ്റ്റ് ഒരു റിസർച്ച് ഫീൽഡാണ്. അപ്പൊ അതിൽ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ കൺസേൺസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു എക്സ്പോഷർ കൊടുക്കുക, അത് റിസൾട്ടിലോട്ട് എത്തിക്കുക. ഇപ്പൊ നമ്മൾ അക്സിയോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് LVHS പോത്തങ്കോടിലെ ഇൻവെന്റർ പാർക്ക് ഉണ്ടായി വന്നൊരു സാധനമാണ്. അപ്പൊ അവിടെ അത് ഉണ്ടായി വരുന്ന സമയത്ത് അഗ്രികൾച്ചറിനോട് ഇഷ്ടമുള്ള കുറെ കുട്ടികൾക്ക് അതിലോട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത്? ഈ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ജീവി 2 കൈയും 2 കാലും ഉള്ളത് തന്നെ ആണോ, അതോ വേറെ പ്രത്യേകതകളുള്ളവരാണോ എന്നുള്ളൊരു പല കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പൊ അത് നമ്മൾ കുട്ടികൾക്ക് എക്സ്പോസ് ചെയ്ത് കൊടുത്തു. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാക്കി ഇതിങ്ങനെയാണ്. അപ്പൊ ഇനി ഒപ്പം തന്നെ കുട്ടികൾക്ക് ഇനി എന്ത് മനസ്സിലാവും, ഒരു കുട്ടിക്ക് ഇഷ്ടമാണ് എനിക്ക് റോബോട്ടിക്സ് എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് റോബോട്ടിക്സ് മേഖലയിലിട്ട് റിസർച്ച് ചെയ്യണം എന്നൊരു കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ വിചാരിച്ചു എന്ന് കരുതുക. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടാൽറോപ്പിന്റെ ഇൻവെന്റർ പാർക്കിലൂടെ അവർക്ക് അത് മനസ്സിലായി. അപ്പൊ ഇനി ആ കുട്ടി ഫിസിക്സ് പഠിക്കുന്നത്, മാത്സ് പഠിക്കുന്നത് എന്തിനായിരിക്കും? ഒരിക്കലും 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങാനല്ല, +2 ഫുൾ A+ വാങ്ങാനല്ല. ഇനി ആ കുട്ടി പഠിക്കുന്നത് എനിക്ക് റോബോട്ടിക്സ് എഞ്ചിനീയർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് റോബോട്ടിക്സ് മേഖലയിലോട്ട് കയറണമെങ്കിൽ ഞാൻ മെക്കട്രോണിക്സും അല്ലെങ്കിൽ ഫിസിക്സും മാത്സിലും ഞാൻ എക്സ്പേർട്ട് ആയിരിക്കണം. അപ്പൊ അതിനാണ് ഞാൻ ഇനി പഠിക്കേണ്ടത്. ഇനി ഞാൻ 8ാം ക്ലാസ് മുതലുള്ള മാത്സ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി ഞാൻ പഠിക്കേണ്ടത് എക്സാമിന് 100 മാർക്ക് മേടിക്കാനല്ല. ഇതാ ലക്ഷ്യം മാറ്റി കൊടുത്തു. അപ്പം നമ്മുടെ അക്കാഡമിക്സിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അക്കാഡമിക്സിൽ എന്താണ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ കുട്ടികൾ അത് പഠിക്കേണ്ടത് ലക്ഷ്യം എന്താണെന്ന് മാറ്റി കൊടുത്തു. നേരെ മറിച്ച് ഇപ്പൊ കുട്ടികൾ എന്തിനാ പഠിക്കുന്നത്? ചിലപ്പോൾ വീട്ടിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്നാമതെത്താനുള്ള ഒരു വ്യഗ്രതയിലായിരിക്കും പഠിക്കേണ്ടവർ. പക്ഷെ നമ്മൾ ലക്ഷ്യം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് LCM പഠിക്കുന്നത്, ഞാൻ എന്തിനാണ് ട്രിഗ്നോമെട്രി പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിത് പഠിക്കേണ്ട ആളാണോ എന്നുള്ളൊരു തോട്ട് ആദ്യമേ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അത് തന്നെയാണ് ഇൻവെന്റർ പാർക്കിൽ തുടക്കത്തിൽ നടക്കുന്ന ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു 500 കോടിയോളം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് കണ്ടെത്തുന്ന പ്രോസസ്സിൽ നിൽക്കുന്നു. അതിലൊരു 100 കോടിയോളം നമ്മളിപ്പോ കോളേജുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തൊരു 3 വർഷം കൊണ്ട് നമുക്കിപ്പോ കേരളത്തിൽ 20 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസി ഉണ്ട്. അപ്പൊ ഒരു പാർലമെന്ററിയിൽ ഒരു സെലക്ട് ചെയ്യുന്ന ഒരു ക്യാമ്പസ്, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പറ്റിയ ഒരു കോളേജ്, ആ കോളേജിലേക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്യണം. അടുത്ത വർഷം നമ്മൾ ഒരു 1 കോടി ഇൻവെസ്റ്റ് ചെയ്യാം, അതിന്റെ അടുത്ത വർഷം നമ്മളൊരു 2 കോടി ഇൻവെസ്റ്റ് ചെയ്യാം, അതിന്റെ അടുത്ത വർഷം 2 കോടി. അപ്പൊ ടോട്ടൽ ഒരു 5 കോടി നമ്മൾ എന്ത് ചെയ്യാം, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇപ്പം ചൈനയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലത്ത് നമുക്കൊരു 100 കോടിയോളം രൂപയ്ക്ക് നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് പിന്നെ നമുക്ക് ടാലൻസുകൾ, സ്കൂളിലെ ടാലൻസ്, കോളേജിലെ ടാലൻസ്, ഇപ്പൊ ഓൾറെഡി റിസർച്ചിൽ നിൽക്കുന്നവർ, ഒരുപാട് എക്സ്പെർട്ടൈസ് ഉള്ള പല കമ്പനികൾ, കാര്യം ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായിട്ട് അമേരിക്കയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇന്ത്യയിലേക്ക് വന്ന് തിരിച്ച് ചെയ്യുന്നത്, കാര്യം അവരുടെ ലൈഫൊക്കെ സെറ്റിലായി, പക്ഷെ അവർക്ക് തിരിച്ചു വന്ന് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നുമില്ല.
അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടം നമ്മള് ഒന്ന് ഇറങ്ങുമ്പോഴാണല്ലോ മനസ്സിലാണ് ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പർ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ളവര് അവർക്ക് ഇന്ത്യയിൽ തന്നെ നിൽക്കണം, പക്ഷെ അവർക്ക് അവസരങ്ങളില്ലായതാണ്. അപ്പൊ അവിടെയാണ് ടാൽറോപ്പിന്റെ ഈ R&D സിസ്റ്റം, നമ്മുടെ ഈ R&D കമ്പനി, നമ്മുടെ ഇപ്പൊ ഇനിഷ്യലി ഇപ്പൊ റൈസ് ചെയ്യുന്ന ഈ 500 CR ഫണ്ട്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് നമുക്കും ഇവിടെ ഡീപ് ടെക് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. കാര്യം നമ്മുടെ ടാലന്റ് ഒന്നും രണ്ടാം കിട പൗരന്മാരോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ലാത്തവരൊന്നും അല്ല, ഇവർക്കും അപാരമായ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഒന്ന്, അവർക്ക് ബിലീഫ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഇത് പറ്റും ഈ നാട്ടിലെന്ന് പറയണം. രണ്ട്, അവർക്ക് നർച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥ കൊടുക്കണം. എന്താണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഒരു ചിന്ത കിട്ടിയാൽ ബാക്കി അതിലേക്കുള്ള വഴികൾ അവർക്ക് കണ്ടുപിടിച്ച് പോകാൻ പറ്റും. പക്ഷെ അതിന് അനുകൂലമായ ഒരു സിസ്റ്റം ഒരുക്കി കൊടുക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പൊ ടാൽറോപ്പ് അന്ന് നമ്മൾ പറയുമ്പോൾ 140 സ്റ്റാർട്ടപ്സ് 140 വെഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് ദഹിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ പറയുന്ന ക്യാൻവാസ് അവർക്ക് മനസ്സിലാവുന്നത് ഒരു വലിയ ക്യാൻവാസ് ആണ്. ഇപ്പൊ 140 കോളേജിൽ ടെക്കീസ് പാർക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ 140 സ്കൂൾ ഇൻവെന്ററി പാർക്ക്, 1064 വില്ലേജ് പാർക്ക് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതിൽ ഒറ്റ വർഷം കൊണ്ട് നമ്മൾ 100 എത്തിയതായി ഇപ്പൊ 200 സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് ഭയങ്കര ഈസിയാണ്. അതിന്റെ ക്യാൻവാസ് ഒരാൾക്ക് മനസ്സിലായാലോ ഇത് ഇങ്ങനെയാണല്ലേ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. KVUPSൽ ഇപ്പൊ അജീഷ് ഒക്കെ വരുമ്പോ ടെക്കീസ് പാർക്ക് ചെയ്യുന്നു, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാം. ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മഹാദേവ്, സിയാദ്, യാസർ, അതിലൊക്കെ ടാലൻസ് വരെയും. ഇന്നിപ്പോ മഹാദേവിന്റെ ഡിയോസ് എന്നുള്ള ഇന്നോവേഷൻ ഉണ്ടാവേ, ഇനി ആ ഇന്നോവേഷനാണ് ഇനി അടുത്ത ലെവലിൽ സ്കെയിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ 8-ാം വയസ്സിൽ മാർക്ക് സുക്കർബർഗ് പഠിച്ചു, 19-ാം വയസ്സിൽ ഫേസ്ബുക്ക് ചെയ്തു, 24-ാം വയസ്സിൽ ബില്യനെയർ ഗ്ലോബൽ സക്സസ് ആയി എന്ന് പറയും പോലെ ഇതുപോലെ നമ്മുടെ മക്കളും ഇതേ ജേണി കൊണ്ടുവന്നാൽ ഇതേപോലെ അവരെന്ത് ചെയ്യും. അപ്പൊ ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കണം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമില്ലേ, കുടിവെള്ള പ്രശ്നം ഞാൻ ഫിക്സ് ചെയ്യും എന്നൊരു ടാലന്റ് അത് ചിന്തിക്കണം. കണ്ണില്ലേ, ഞാൻ കണ്ണ് വെച്ച് കൊടുക്കും. കൈയില്ലേ, ഞാൻ കൈ വെച്ച് കൊടുക്കും. കാലില്ലേ, ഞാൻ കാല് വെച്ച് കൊടുക്കും. ഇതാണ് നമ്മൾ R&D പറയുന്നത്, നമ്മുടെ ഡീപ് ടെക് ഇന്നോവേഷൻസ് പറയുന്നത്. കാര്യം നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യുന്ന ജപ്പാൻകാരനാണ്, ചൈനക്കാരനാണ്, അമേരിക്കക്കാരനാണെന്ന് പറയും പോലെ ലോകത്ത് 193 രാജ്യങ്ങളിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട സമയം ഇതിനനുസരിച്ചിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് സത്യത്തിൽ ടാൽറോപ്പിന് വേണ്ടതും. ഇതാണ് ടാൽറോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കച്ചവട സ്ഥാനം, ഇപ്പൊ ഒരു IT കമ്പനിയായിട്ട് ടാൽറോപ്പിനെ കമ്പയർ ചെയ്യരുത്. കാര്യം IT കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബിസിനസ് മോഡൽ ഉണ്ട്, IT സർവീസസ് ചെയ്തു കൊടുത്ത് പൈസ വാങ്ങാം. ടാൽറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ടാൽറോപ്പ് അങ്ങനെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്താ ഒരു കച്ചവട സ്ഥാപനമല്ല. ടാൽറോപ്പ് എന്ന് പറയുന്നത് എഞ്ചിനാണ്. ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് മഹാദേവ് ഡിയോസ് ഉണ്ടാക്കേണ്ടത്, യാസർ ഹൂയർ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോ പുതിയ ഇപ്പൊ സ്മൈലോറയുടെ സംവിധാനമാവട്ടെ, ഫിട്രോവിയുടെ സംഭവമാവട്ടെ, ഹോസ്പേസ് ആവട്ടെ, ടാക്സ്വെൽ, ഇത് എഞ്ചിനാണ്. ഈ എഞ്ചിന് നമുക്ക് എന്താ പറയുക, ഒരു ഗ്ലോബൽ വെഞ്ചർ ബിൽഡർ എക്കോസിസ്റ്റം എന്ന് പറയാം. നമ്മുടെ നാട്ടിലും ആമസോണും ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മുടെ ഈ പറയുന്ന R&D സിസ്റ്റം. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മൾ പറയുന്ന ആക്സിലറേറ്റർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ 2017 അജീഷ് ഈ എക്കോസിസ്റ്റത്തിന്റെ പാർട്ടാവുന്നു. 2025 അവണി എന്ത് ചെയ്യുന്നു, എക്കോസിസ്റ്റത്തിന്റെ പാർട്ടാവുന്നു. അപ്പൊ ഇതിൽ 1000-ലധികം ടാലൻസുകൾ ഇങ്ങനെ റോപ്പിംഗ് ആണ്. ടാലന്റുകൾ റോപ്പ് ചെയ്ത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഫസ്റ്റ് വിശ്വസിക്കുക, പിന്നെ എന്റെ കോ ഫൗണ്ടേഴ്സ് വിശ്വസിക്കുക, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിശ്വസിക്കുക, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടേഴ്സ് വിശ്വസിക്കുക, അങ്ങനെ വരുന്നവർ വിശ്വസിക്കുക. കാര്യം എൻഡ് ഓഫ് ഡേ ടാൽറോപ്പ് എന്താണ് സെല് ചെയ്യുന്ന ട്രസ്റ്റ് ആണ്, നമ്മൾ വിൽക്കുന്ന ട്രസ്റ്റ് ആണ്. ഇപ്പൊ മഹാദേവിന്റെ അമ്മയും അച്ഛനും വിശ്വസിക്കണം, ഈവൻ അടുത്ത മാർക്ക് സുക്കർബർഗ് ആണെന്ന്. വേറെ കഥയൊന്നുമില്ല, ഇത് വിശ്വസിക്കണം. എന്നാലേ അവരെന്ത് ചെയ്യുള്ളൂ, അതിനനുസരിച്ച് ചെയ്യുള്ളൂ. കാര്യം അന്നൊക്കെ എന്ത് വെല്ലുവിളിയായിരുന്നു. കാര്യം ഫുൾ A+ പോവോ, അത് പോവോ, ഇത് പോവോ, കുട്ടികളുടെ പഠനം എന്താവും, ഇതിന് ഗവൺമെന്റ് അഫിലിയേഷൻ ഉണ്ടാ, സർട്ടിഫിക്കറ്റ് ഉണ്ടാ, ഇതൊക്കെ ആളുകളുടെ കൺസേൺ. നമ്മൾ പറയുന്നത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ കുറച്ച് ആളുകൾ നമ്മളെ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് സത്യത്തിൽ. ഇപ്പൊ സ്കൂളുകൾ ഇൻവെന്ററി പാർക്ക് ചെയ്യാൻ വിശ്വസിച്ചല്ലോ, കോളേജുകൾ R&D ക്യാമ്പസ് ചെയ്യാൻ വിശ്വസിച്ചല്ലോ, ടെക്കീസ് പാർക്കുകൾ ചെയ്യാൻ വിശ്വസിച്ചല്ലോ, ഗ്രാമങ്ങളിൽ ബിൽഡിംഗ് ഓണേഴ്സ് വില്ലേജ് പാർക്ക് ചെയ്യാൻ വിശ്വസിച്ചല്ലോ. കാര്യം ഇത് 100% വരച്ച് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ ആകും. ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. കെട്ടിടങ്ങൾ കെട്ടുക, അവിടെ ടാലന്റുകൾ വരും, അവിടെ ഇന്നോവേഷൻ ഉണ്ടാവും. ആ ഇന്നോവേഷൻ മറ്റ് സ്റ്റേറ്റ്സിലും മറ്റ് രാജ്യങ്ങളിലും പോയിട്ട് ക്യാപിറ്റൽ ഇവിടെ വരും. അപ്പൊ തന്നെ ആലോചിക്കുക, ഇപ്പൊ 1000 ഗ്രാമത്തിൽ നമ്മുടെ വില്ലേജ് പാർക്കുകൾ ഇരിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ അല്ലേ. അപ്പൊ ഒരു റവന്യൂ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ റവന്യൂ എന്താണ്? ഓക്കെ, റിലയൻസുമായിട്ട് പാർട്ണർ ചെയ്യാം, അദാനി ഗ്രൂപ്പായിട്ട് പാർട്ണർ ചെയ്യാം, ടാറ്റ ആയിട്ട് പാർട്ണർ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് പാർട്ണർ ചെയ്യാം. എന്ന് പറയാം, മഹീന്ദ്ര ആയിട്ട് പാർട്ണർ ചെയ്യാം. ഇപ്പൊ നമ്മള് B6 അല്ലെങ്കിൽ കാർ ഇത്ര കോപ്പി വിൽക്കണം എന്ന് പറയാം. ടാൽറോപ്പിന് ഇപ്പൊ 1000 സ്ഥലത്ത് തന്നെ 5 കോപ്പി 5000 കോപ്പി കാർ വിറ്റ് പോകൂലേ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഉണ്ടാകും. നമ്മൾ പറയുന്നത് തന്നെ ഫൗണ്ടേഷൻ സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്യും, R&D സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്യും, നമ്മുടെ ആക്സിലറേറ്റർ സിസ്റ്റം. അതാണ് സെൽഫ് സസ്റ്റൈനബിൾ. നമ്മളെപ്പോഴും ഈ സെൽഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഗവൺമെന്റ് പലപ്പോഴും നിങ്ങൾ എന്താ ഗവൺമെന്റ് ഫണ്ട് വെച്ച് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫണ്ട് ഒരിക്കലും സെൽഫ് സസ്റ്റൈനബിൾ അല്ല.
കാര്യം അടുത്ത ഗവൺമെന്റ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്ന് ഉറപ്പില്ല. ഗവൺമെന്റിന് ഒരിക്കലും ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമായിട്ട് ഇത് കൊടുക്കത്തില്ല. ഗവൺമെന്റ് ഒരു നോം ഉണ്ടാക്കിയാൽ എല്ലാ കമ്പനിക്കും കൊടുക്കണം ഈ സംവിധാനം. അങ്ങനെയല്ല, ഇതൊരു എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോമാണ്. ഇതൊരു കമ്മ്യൂണിറ്റിയുടെ പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കുന്നത്. ഇത് ആരുടെയും കുത്തകയാകാതെ ഒരു മൊണോപ്പൊളി ആകാത്ത ഒരു സംവിധാനം. ഇത് എഞ്ചിനാണ്. ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ വെഞ്ചർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഇതിൽ കോർപ്പറേറ്റ് വരാൻ പാടില്ല, ഈ എഞ്ചിനിൽ കോർപ്പറേറ്റ് വരാൻ പാടില്ല. കാര്യം എഞ്ചിനിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിനെ വേറെ ലെവലിൽ വളച്ചൊടിക്കും. അപ്പം ഗവൺമെന്റ് ഫണ്ടോ കോർപ്പറേറ്റ് ഫണ്ടോ ഇല്ലാണ്ട് പൂർണ്ണമായിട്ട് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു എഞ്ചിൻ. പൈസ ഉണ്ടാക്കേണ്ട എവിടെ നിന്നാണ്? ഇപ്പൊ ഞാൻ പേഴ്സണലി പൈസ ഉണ്ടാക്കണം, ഞാൻ സ്റ്റേപ്പ് സക്സസ് ആക്കണം. അപ്പൊ അജീഷിന് പേഴ്സണലി പൈസ ഉണ്ടാക്കാൻ അജീഷ് ഡെറ്റ് സക്സസ് ആക്കണം. അങ്ങനെ ആവണി സ്മൈലോറ സക്സസ് ആക്കണം. ഇതാണ് സംഭവം. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ടി എന്താണ്? ഈ ആവാസ വ്യവസ്ഥ, ഈ എക്കോ സിസ്റ്റം പവർഫുൾ ആക്കുക. നമ്മൾ മാത്രം സക്സസ് ആയ പോരാ, ഇതിന്റെ അകത്തൂടി ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫൗണ്ടേഴ്സ് ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ സ്റ്റേപ്പ് സക്സസ് ആക്കിയാൽ 1000 ജോബ് ഏറ്റവും മിനിമം ക്രിയേറ്റ് ആവും. ഇപ്പൊ അജീഷ് ഡെറ്റ് സക്സസ് ആക്കിയാൽ മിനിമം 1000 ജോബ് ക്രിയേറ്റ് ആവും. ഇപ്പൊ സ്മൈലോറ ഡോക്ടർ ആവണി എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ് ആക്കിയാൽ മിനിമം 1000 ജോബ് ക്രിയേറ്റ് ആവും. നമ്മൾ ഈ ടേബിളിൽ തന്നെ 3000 ജോബ് ക്രിയേറ്റ് ആവും. അപ്പൊ ഇതുപോലെ ഒരു 1000 ഫൗണ്ടേഴ്സ് വന്നാൽ 10 ലക്ഷം ഫാമിലീസിന് ജോബാ. ആ ഫാമിലിക്ക് ഇൻകം വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് അടുത്ത സ്പെൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള എക്കോണമിയിലേക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്നും മറ്റ് രാജ്യത്തു നിന്നും ക്യാഷ് കൊണ്ടുവരുന്ന ഒരു ആശയമാണ്. അമേരിക്ക ആയത് എങ്ങനെ, ചൈന ആയത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ്. ആ ഫൗണ്ടേഷൻ നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരാം എന്നുള്ള സംവിധാനം. ഇപ്പൊ സാധാരണ എന്റെ ഗസ്റ്റുകളിലേക്ക് ഇരിക്കുമ്പോഴേക്ക് ഗസ്റ്റുകൾക്ക് 2 പേരെ ഞാൻ വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പൊ നിങ്ങൾ 2 പേരെ ഒരുമിച്ച് വിളിച്ചതിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ, എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ് തൊട്ട് നിങ്ങളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് അല്ലെ? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ട് അങ്ങനെ നമ്മളെ പരിചയപ്പെടുന്നു. 6ാം ക്ലാസ്സിലാണ് നിങ്ങൾ കണ്ട് പരിചയപ്പെടുന്നത്. നവോദയയിൽ വെച്ചിട്ടാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അല്ലെ? നവോദയ സ്കൂളിലാണ് +2 വരെ. +2 കഴിഞ്ഞിട്ട് അജീഷ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ബിടെക്കിന് വരുന്നു. ആവണി ബാംഗ്ലൂരിലേക്ക് BDS പഠിക്കാൻ വേണ്ടി പോകുന്നു. ആവണി ഒരു 5.5 വർഷം അതിൽ പോയി, ഒരു 4 വർഷം കൊണ്ട്. അപ്പൊ 4ാമത്തെ വർഷമായപ്പോഴേക്ക് അജീഷ് ടാൽ റോപ്പിൽ എത്തിപ്പെട്ടു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അപ്പൊ ഏറ്റവും അധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത് ആവണിയായിരിക്കും. എന്താണ് ഈ ടാൽ റോപ്പിൽ, എന്താണ് പോയിട്ട് അവിടെ ചെയ്യാൻ പോണേ എന്നുള്ള സംവിധാനമായിരിക്കും. എന്തായാലും അവസാനം അങ്ങനെ അജീഷ് ഒരിക്കൽ ഫൗണ്ടേഷനിലേക്ക് എന്തിട്ടുണ്ട് ആവണി വരുന്നു. അപ്പൊ 2024 നിങ്ങൾ കെട്ടി അല്ലേ, കല്യാണം കഴിച്ചു. എന്തിന്? അതുള്ള ചോദ്യം അല്ലേ, വലിയ ചോദ്യം. എന്തിനാണ് കല്യാണം കഴിച്ചത്? ഞങ്ങൾ 6ാം ക്ലാസ് മുതൽ സ്നേഹിച്ചവരല്ല, 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ പരിചയപ്പെട്ടവരാണ്. 6ാം ക്ലാസ് മുതൽ പരിചയമുണ്ട്. പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ പോകുമ്പോ മനസ്സിലായി ഇത് ഇനി ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന സാധനമാണ്. അപ്പൊ അന്ന് നമ്മളൊരു തീരുമാനം എടുത്തു, ഓക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അപ്പൊ 10ാം ക്ലാസ്സിലെ തീരുമാനം വളരെ ബാലിഷ്യമായ ഒരു തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനം പിന്നെ നമ്മള് നിന്ന് ഒരു കോളേജ് പഠനം കഴിഞ്ഞ് ഞാൻ ടാൽ റോപ്പിലോട്ട് വരുന്നു. അപ്പൊ ഇവള് ഓൾറെഡി ബാംഗ്ലൂർ പഠിക്കുകയാണ്, BDS പഠിക്കുന്നു. അപ്പോൾ ആ സമയത്തായപ്പോ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ രണ്ട് മേഖലയാണ്. പക്ഷേ ഓക്കെ നമ്മൾ വിചാരിച്ചു, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് പരസ്പരം അറിയുന്നവരാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ടാൽ റോപ്പിലോട്ടൊക്കെ വരുമ്പോൾ വലിയ വെല്ലുവിളികളുള്ള സമയമാണ്. കാരണം എന്താണ് ടാൽ റോപ്പ് എന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം എന്താണ്, നമുക്ക് കാണിച്ചു കൊടുക്കാം. വില്ലേജ് പാർക്ക്, ടെക്കീസ് പാർക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാണ്ട്. അപ്പൊ അന്നതില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഭയങ്കര വെല്ലുവിളിയുള്ള സമയമാണ്. അപ്പൊ അന്നൊക്കെ കൂടെ നിന്നൊരാൾ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മളുടെ ഉയർച്ചയിൽ ഒപ്പം വളർന്നു വന്ന ഒരാളെന്നുള്ള ലെവലിൽ നിന്ന ആളാണ് ആവണി. അപ്പൊ അന്നത്തെ ചലഞ്ചുകളും അന്നത്തെ നമുക്ക് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഒക്കെ കൂടുതലും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ആവണി. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അങ്ങനെ ആള് ഉണ്ടാവുമ്പോ ഒരു സമയമായപ്പോ എന്തായി, ഓക്കെ എന്നാ കെട്ടാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു, ചോദിക്കുന്നു, അങ്ങനെ ആവണിയുടെ ജീവിതത്തില് കുറെ മിസ്റ്റേക്സിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട് കൂട്ടുന്നു. അതെല്ലാം ഒരു സക്സസ് ആയിട്ട് കൂട്ടുന്നുണ്ട്. അത് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നതാണല്ലേ? സക്സസ് ആണ്, അത് ആക്കണല്ലേ. അതൊരു 27 വർഷം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാരേജ് വരെ എത്തിക്കാൻ പ്രണയം ഒക്കെയാണ്. അതെ, ഇനി മാരേജ് സക്സസ് ആവണമെങ്കിൽ നമ്മള് ജീവിതകാലം മുഴുവൻ അത് സക്സസ് ഇങ്ങനെ ആണ് നമ്മൾ തോറ്റിട്ടില്ലാന്ന് എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കണം. അതെ, അങ്ങനെയാണ്. അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കല്യാണം കഴിച്ചു. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ കാര്യങ്ങൾ. ഇപ്പൊ ആവണിയുടെ ഹെൽത്ത് കെയറിന്റെ പ്രോജക്റ്റുകൾ, ഇപ്പൊ 5 പ്രോജക്റ്റിന്റെ ഫ്യൂച്ചർ റിസർച്ച് ഒക്കെ ചെയ്യേണ്ടത് അജീഷാണ്. അതായത് കെട്ടിയോൻ റിസർച്ച് ചെയ്ത് തരണം, എന്നാലേ നമുക്കത് ആക്സിഡന്റ് സിസ്റ്റത്തിൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് എങ്ങനെയാണ് ഈ കെട്ടിയോളും നമ്മൾ എന്തായാലും സംസാരിച്ച് വരുമ്പോഴേക്ക് ഒരു അടിയിലേക്കാണ് പോകാറുള്ളത്. അങ്ങനെയൊക്കെയാണ് സാധാരണ സ്വാഭാവികമായിട്ട്. അപ്പൊ ഇവിടെ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ആക്സിഡന്റിൽ ആ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ
ആവണിക്ക് എന്ത് തോന്നുന്നു? ആവണി ഇപ്പൊ റിസർച്ചിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അജീഷ് അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്? ഓക്കെ, റിസർച്ച് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ, സ്വാഭാവികം. വെയിലേക്ക് എനിക്ക് വെയിൽ വെച്ചത് ഇത് വെറുതെ അവേഴ്സിന് മാത്രമേ റിസർച്ച് സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ സമയം സംസാരിക്കില്ല. മറ്റേ എല്ലാ സിനിമയില് മറ്റേ അഡ്വക്കേറ്റ്സിൽ അവര് നിൽക്കുമ്പോഴേക്ക് വിക്രം വേദയില് അല്ലേ ആ സിനിമയിൽ അതുപോലെ തന്നെയാണ്. സീരിയസ്ലി വെറുതെ പുറത്ത് പോയി സംസാരിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിന്റെ R&D ടീം എനിക്ക് തന്നില്ല സമയത്ത് ചിലവ് പറയും, നിന്റെ R&D എന്താണ് നിങ്ങൾ R&D ചെയ്തോണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ എന്തുകൊണ്ട് തരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ R&D സിസ്റ്റവും ആക്സിലേറ്റർ സിസ്റ്റവും നമ്മൾ കറക്റ്റ് ഒരു സിങ്ക് ആവുമ്പോഴാണ് ശരിക്കും ഫ്യൂച്ചർ ഇന്നോവേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ഇപ്പൊ ഫൗണ്ടേഷൻ സിസ്റ്റവും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും നമ്മളൊരു സിങ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ ഉടനെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയാലേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടാലന്റുകളെയും ഐഡിയയും കിട്ടുള്ളൂ. അവിടെ നിന്നാണല്ലോ ഒരു ഗ്രാമത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്കൊരു സ്കൂളിൽ നിന്നാണ് കോളേജിൽ നിന്നാണ് ഇത് വരേണ്ടത്. ഐഡിയ വന്നു, ടാലൻസ് വന്നു. ദെൻ ആ സംവിധാനം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ റിസർച്ച് ചെയ്തു, നമ്മൾ അതിനെ പ്രൊഡക്റ്റ് ആക്കി, ആക്സിലേറ്റർ സിസ്റ്റം ആ സംവിധാനം ആക്കിയാൽ തിരിച്ചത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ പ്രോഡക്റ്റ് അതിന്റെ സർവീസ് ആയ ആളുകളിലേക്ക് ആ സംഭവം എത്തേണ്ടത്. അപ്പൊ ശരിക്കും 4 സിസ്റ്റംസും കൂടി സിങ്ക് ആകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നമ്മൾ 2027 ജൂലൈ ആണ് നമ്മൾ അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി സിങ്ക് ആവുന്ന ഒരു ടൈം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ 2015 മുതൽ 30 വരെ 30ലാണ് സത്യത്തിൽ എന്ത് ചെയ്യണത്, ഈ ഒരു ഗ്ലോബൽ വെഞ്ചർ ബിൽഡർ എക്കോ സിസ്റ്റത്തിനെ ലോകം അംഗീകരിക്കാൻ പോകുന്നത്. കാര്യം ഇതിനേക്കാൾ ഒരു പവർഫുൾ സിസ്റ്റം ഒരാൾക്ക് സത്യത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമോ നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 193 രാജ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സെൽഫ് സസ്റ്റൈനബിൾ സാധനം. അതായത് അൺലിമിറ്റഡ് ഫണ്ട്, അൺലിമിറ്റഡ് ടാലന്റ്, അൺലിമിറ്റഡ് ഇന്നോവേഷൻസ് വരുന്ന, അൺലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, അൺലിമിറ്റഡ് ടാലൻസ്, അൺലിമിറ്റഡ് ഇന്നോവേഷൻ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നമ്മള് എന്താണ് ഒരു 5 മഹാദേവന്മാര്, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 50 മഹാദേവ്, അത് കഴിഞ്ഞാൽ അടുത്ത വർഷം അതിന്റെ 500 മഹാദേവന്മാർ. ഇത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ സാധനം. കാര്യം ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. നമ്മൾ പെപ്സിയുടെ പ്രൊഡക്റ്റ് പറയുമ്പോൾ പെപ്സിക്ക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, കാര്യം ഫോർമുല ഓൾറെഡി ഉണ്ട് പെപ്സി ഉണ്ടാക്കാനുള്ള. ആ ഫോർമുലയിൽ അൺലിമിറ്റഡ് അടിച്ചിടാ, എത്ര ലിറ്ററോണോ അടിച്ചിടാന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു എക്സെപ്ഷൻ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊന്നുമില്ല എങ്കിലും ഒരാൾ സക്സസ് ആവും. പക്ഷെ ഇതെല്ലാം ഉണ്ട് എങ്കിലാണ് പ്രോബ്ലംസ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. 1 ലക്ഷം ടാലന്റ് വന്നു, 1 ലക്ഷം പേർക്ക് ഇതൊക്കെ അറിയാം. അവരെന്ത് ചെയ്തു, ഓരോരുത്തർ പ്രോബ്ലം ഫിക്സ് ചെയ്തു. അപ്പൊ അവസാനം ആലോചിക്കുമ്പോൾ അവന് ഫിക്സ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഇല്ല. അവനായിരിക്കാം എന്ത് ചെയ്യുന്നത്, സ്പേസിലെ പുതിയ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. കാര്യം അങ്ങനെയുള്ള ടാലന്റ്, അങ്ങനെ അവനുമാരും അവളുമാരും ഒക്കെ വരുമ്പോഴാണ് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ടാൽറോപ്പ് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു ആശയമുണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയുന്നത്, ഇപ്പൊ നമ്മുടെ ടീം, ഇപ്പം എനിക്കിപ്പം 2017 അഫീഫ വന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ സിങ്കായി കല്യാണം കഴിച്ചു. അപ്പൊ കഴിഞ്ഞ നമ്മൾ ഇരുന്നപ്പം ജോൺസ് ആൻഡ് മേരി കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ സോബർ മിഷാന കല്യാണം കഴിച്ചു, അതുപോലെ അജീഷ് ഷാവണി കല്യാണം കഴിച്ചു. അപ്പൊ നമ്മളിത് ഈ കൾച്ചർ ഇവിടെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ഇതൊരു ലൈഫ് ലോങ് മിഷനാണ്. ഇതിൽ റിട്ടയർമെന്റ് ഇല്ല. ഇത് നമ്മൾ മരിച്ച് അത് അടുത്ത തലമുറ കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന ഒരു മിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ അകത്തൊരു ബാലൻസിങ് വേണം. അതിൽ നമ്മളിപ്പോ പറയുന്നത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഫാമിലി ലൈഫ് വേറെയാണ്, പ്രൊഫഷണൽ ലൈഫ് വേറെയാണ്. അല്ല, അത് സത്യത്തിലായെന്നല്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് സംഭവം. നമ്മളിപ്പോ മൂഡ് ഔട്ട് ആണെങ്കിൽ അത് കമ്പനിയിലും പ്രശ്നം റിഫ്ലക്ട് ചെയ്യും, അത് വീട്ടിലും ചെയ്യും. അതല്ലാണ്ട് സ്വിച്ച് ഇട്ടാണെങ്കിൽ നമുക്ക് മാറാനൊന്നും പറ്റൂല. ഓഫീസിലെ പ്രശ്നം ഇവിടെ വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ വരില്ല എന്നാണ്. അപ്പൊ അവിടെ സത്യത്തിൽ നമ്മൾ പറയുന്ന നല്ല പാർട്ട്ണർഷിപ്പ്, നല്ല പാർട്ട്നേഴ്സ്, നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്താണ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നവരുണ്ട്. ഇപ്പൊ ആവണിയുടെ തിരക്ക് അജീഷിന് മനസ്സിലാവും, അജീഷിന്റെ തിരക്ക് ആവണിക്ക് മനസ്സിലാവും. അത് തന്നെ വലിയ കാര്യമാണ്. എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ള സംഭവം. അപ്പം ശരിക്കും ഒരു റൈറ്റ് ടാൽ ഡ്രോപ്പിംഗ് കൂടെയാണ് ഇപ്പൊ നിങ്ങളുടെ വിഷയത്തിൽ നടന്നിട്ടുള്ളത് അല്ലേ? പക്ഷെ വീട്ടുകാർക്ക് പരാതി ഉണ്ടോ, വീട്ടുകാർ കിട്ടുന്നില്ല എന്നുള്ള പരാതി? ഇപ്പൊ രണ്ടുപേരെ കിട്ടുന്നില്ല, പ്രശ്നങ്ങളൊന്നും. അതെ, പിന്നെ വീട്ടുകാരൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയല്ലോ. ഇവളുടെ വീട്ടുകാര് ഇപ്പൊ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ വീട്ടുകാർ പിന്നെ ഓൾറെഡി അറിഞ്ഞ് ഇങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. അതങ്ങനെ നമ്മൾ ബ്രേക്കിംഗ് ദ സ്റ്റീരിയോ ടൈപ്പ്. ഇപ്പൊ ഉള്ള നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യും. അത് തന്നെയാണല്ലോ ടാൽറോപ്പിൽ നമ്മൾ എല്ലാവരെയും കൊണ്ട് നമുക്ക് ഏതൊരു ആശയമുള്ള ഒരാൾക്കും ആർക്കും ഒരു പ്രിവിലേജ് ഇല്ലാത്ത ആളുകൾക്കും അവരുടെ സ്വപ്നങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്കിംഗ് ദ സ്റ്റീരിയോ ടൈപ്പ് ആണ് ഇൻ ലൈഫ് ആൻഡ് പ്രൊഫഷൻ. അതെ. അല്ല, നമ്മൾ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു സംഭവം, ഈ പ്രിവിലേജ് എന്നുള്ള സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഏതൊരാളും നമ്മുടെ ഒരു 6ാമത്തെ കയ്യകൽ, 5ോ 6ാമത്തെ കയ്യകലത്തിന് അപ്പുറം ഉണ്ട് എന്ന് പറയും. അതാണ് പ്രിവിലേജ്. ഇപ്പൊ നമ്മളിപ്പോ അമേരിക്കൻ പ്രസിഡന്റിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കണക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, ആ പഞ്ചായത്ത് പ്രസിഡന്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ MLA ഓഫീസ് കണക്ട് ചെയ്യാം, എന്താ അവിടെ നിന്ന് പ്രൈം മിനിസ്റ്റർ ഓഫീസ് കണക്ട് ചെയ്യാം, അവിടെ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസ് കണക്ട് ചെയ്ത് പ്രസിഡന്റിലേക്ക് കണക്ട് ചെയ്യാം. അതായത് 5ോ 6ാമത്തെ കയ്യിൽ ആളുണ്ട്. പക്ഷെ ഇത് ഒരു കയ്യകലമാക്കലാണ് പ്രിവിലേജ്.
അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു വെഞ്ചർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോഫൗണ്ടറിനെ എങ്ങനെ കണ്ടെത്താം, ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിൽ കോഫൗണ്ടറിനെ കണ്ടെത്താനുള്ള വലിയൊരു സിസ്റ്റം ഉണ്ട്. അവർക്കറിയാതെ ആരാണ് കോഫൗണ്ടർ ആക്കണം, അല്ലെങ്കിൽ ഫണ്ട് എങ്ങനെ കണ്ടെത്താം, ഇതെല്ലാം ഇവർക്ക് പ്രിവിലേജ് ആണ്. ടാൽറോപ്പ് ഇല്ലാതെ ഇപ്പൊ നമ്മുടെ എഞ്ചിൻ ഇല്ലാതെ ഒരു വെഞ്ചർ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റക്ക് ആവും. ഇപ്പൊ ടൈക്സ് വാലിക്ക് ഇപ്പൊ അടുത്തൊരു 5 ക്ലിനിക്ക് വേണമെന്ന് പറഞ്ഞാൽ സ്ഥലം പറഞ്ഞാൽ മതി, അവിടെ ക്ലിനിക്ക് വരും. അതാണ് പ്രിവിലേജ്. അപ്പൊ ഈ ടാൽറോപ്പ് എന്നുള്ളതിന് നമുക്കൊരു പ്രിവിലേജ് ആയിട്ട് തന്നെ പറയാം. ഓർ ഈ ടാൽറോപ്പ് എന്ന് വെച്ചാൽ ടാൽറോപ്പ് ഈസ് എ പ്രിവിലേജ് എന്ന് പറയാം. എന്ത് പ്രിവിലേജ് ആണ്? ഒരു ഗ്ലോബൽ വെഞ്ചർ ബിൽഡർ ഉണ്ടാക്കാനുള്ള ഒരു പ്രിവിലേജ് ആണ്. അപ്പം ഒരു ആശയവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു എന്താണ് അതിന്റെ കുറിച്ച് മുന്നേ പൈസയോ കാര്യങ്ങളോ കോഫൗണ്ടറോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഒരു സംവിധാനം ബിൽഡ് ചെയ്യണമെന്ന് തീരുമാനിച്ച ആ ഇന്റൻഷനോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നൊരു സാഹചര്യം സത്യത്തിൽ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാര്യം ഓരോ ഫൗണ്ടറും അവരുടെ വെഞ്ചർ അവരെ തന്നെ റെഡിയാക്കണം, സക്സസ് ആക്കണം എന്ന് പറഞ്ഞാൽ നടപടിയാവുന്ന കാര്യമൊന്നുമില്ല. എക്സെപ്ഷൻസ് 1-2 പേര് സക്സസ് ആവും. പക്ഷെ എക്സാമ്പിൾസ് ആവണമെങ്കിൽ നമുക്കൊരു ഗ്ലോബൽ വെഞ്ചർ ബിൽഡർ എക്കോസിസ്റ്റം വേണം. അതാണ് ടാൽറോപ്പ് എന്നും എഞ്ചിൻ റെഡി ആണെന്നും ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. ഇപ്പൊ 2015 നമ്മൾ 17 വന്നിട്ട് നമ്മളിത് പറയുമ്പോഴുള്ള ഒരു അവസ്ഥ നമ്മളിങ്ങനെ ഇതൊക്കെയാണ്. നമ്മൾ ആ ന്യൂ ഇയറിന് രാത്രി ഇങ്ങനെ അവിടെ കിടക്കുവാണ്. നമ്മളിങ്ങനെ ഞാൻ അജീഷ് ജോൺസും കൂടെ ഇങ്ങനെ KVPS-ലകത്ത് നമ്മൾ ന്യൂ ഇയറിന് കിടക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ പറയണം അടുത്ത വർഷം ഇത് ഇങ്ങനെ ആവും അല്ലേ, അതിന്റെ അടുത്ത വർഷം ഇങ്ങനെ. പക്ഷെ നമ്മൾ ഇന്ന് കാണുമ്പോൾ നമ്മൾ അതിലൂടെയാണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ 16 സ്റ്റേറ്റ്സിൽ, ഇതിന് 19 സ്റ്റേറ്റ്സ് കൂടെ കഴിഞ്ഞാൽ കന്യാകുമാരി ടു കാശ്മീർ നമ്മുടെ എക്സസ് ആയി. അപ്പൊ നമ്മൾ 6 GCC-യിൽ, അടുത്തപ്പോ 12 ആഫ്രിക്കൻ കൺട്രീസ്, ഇപ്പൊ 48 ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പൊ നമ്മൾ കവർ ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് 193 രാജ്യങ്ങളിലേക്ക്, ഏത് രാജ്യത്ത് എന്നാലും എവിടെയായാലും നമ്മുടെ വില്ലേജ് പാർക്കിൽ ഇരിക്കുന്നു, നമ്മുടെ ടെക്കീസ് പാർക്കിൽ ഇരിക്കുന്നു, നമ്മുടെ ഇൻവെന്ററി പാർക്ക് ഇരിക്കുന്നു, നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്നു. അത് വിഷ്വലൈസ് ചെയ്യാനും അത് ചെയ്യാൻ കാര്യം ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ മെക്കാനിസം ആണ്. കാശ്മീർ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിന്റെ കോപ്പിയാണ്. കാശ്മീർ പെപ്സി ഇരിക്കുന്നത് പോലെ കാശ്മീർ ഇത് ആ ഫോർമുല ഉണ്ട് എന്നുള്ളതും അതിന്റെ ഒരു സ്കെയിലബിലിറ്റിയാണ് ഭയങ്കര. ആളുകൾ ചോദിച്ചിട്ടുണ്ടല്ലോ അന്നൊക്കെ നമ്മളെ എക്സൈറ്റിംഗ് ആയിട്ട് ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ച സംവിധാനം ഡിഫറെന്റില്ലേ. കാരണം നമ്മള് കന്യാകുമാരി ടക്കനെ എത്തേണ് മനസ്സിലേ. നമ്മളിപ്പോ തമിഴ്നാട്ടിലെ ഓരോ പാർലമെന്ററി 39 പാർലമെന്ററി പറയുമ്പോഴും ഇവിടെ ചെയ്തേക്കുന്ന മോഡൽ എവിടെ വെക്കുക, ACP-മാര് അതേ ഓതറൈസ്ഡ് കമ്മ്യൂണിറ്റി പാർട്ണർ ജോയിൻ ചെയ്യുന്നു, റൈറ്റ്സ് ഡേറ്റ തരുന്നു, ദെൻ വർക്ക് ചെയ്യുന്നു, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. മനസ്സിലേ. എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പം ആദ്യ കാലഘട്ടങ്ങളിലെ വിശ്വസിച്ചെന്ന് ഞാൻ അജീഷിന്റെ അടുത്തൊക്കെ എപ്പോഴും പറയട്ടെ, ഒരു നന്ദി ഉണ്ടെന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് വിശ്വസിച്ചല്ലോ. നമ്മളിത് പറയുമ്പോഴേ എന്തായാലും ഇത് വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ എന്തായാലും അജീഷിനെ വിശ്വസിച്ച് ആവണിക്കപ്പോ സ്വാഭാവികമായിട്ടും നന്ദി കൊടുക്കണം നമ്മൾ അല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത ഒരു യാത്രയിൽ പോവാണ്. പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇപ്പൊ ഇങ്ങനെ മൈൻഡപ്പ് ചെയ്യാം. ഹെൽത്ത് കെയറിൽ ഇപ്പൊ നമ്മുടെ 5 പ്രോജക്റ്റുകൾ 5 പ്രോജക്റ്റുകൾ ഇപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പൊ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരുന്നു. ഹെൽത്ത് കെയർ ഉൾപ്പെടെ നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ആക്സിയോ നമ്മളിപ്പം ഡീപ് ടെക്കില് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് പുതിയ ഒരുപാട് ഡീപ് ടെക് ഇന്നോവേഷൻസ് നമുക്കിപ്പോ നടക്കുന്നുണ്ടല്ലോ. അതിനെ പറ്റി ഒന്ന് ചുരുക്കി പറഞ്ഞാല് ഇപ്പം മെയിൻ ആയിട്ട് നടക്കുന്നത് ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്പേസ് ടെക്നോളജിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം റീസെന്റ് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഒരു വിയറബിൾ ആയിട്ടുള്ള ഡിവൈസിന്റെ സംവിധാനം. അതൊരു നമുക്ക് അതോടൊപ്പം തന്നെ ഡിഫൻസിലുള്ള സംവിധാനം നടക്കുന്നുണ്ട്. ഒപ്പം അങ്ങനെ എല്ലാ മേഖലകളിലും ഈ 28 ഇൻഡസ്ട്രിയിലും നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു 140 ഐഡിയാസിൽ വർക്ക് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ട്. അതിലിപ്പം വിയറബിൾ സാധനം നമുക്കൊരു 6 മാസത്തിലെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതൊരു വിയറബിൾ ഡിവൈസ് ആണ്. സ്വാഭാവികമായിട്ട് അത് ഡീപ് ടെക് ഡിവൈസ് തന്നെയാണ്. അത് കുറച്ചുകൂടി ഡെവലപ്പർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസ് ആണ്. അതെ, നമ്മളിപ്പോ നമ്മളെ ആക്സിലറേറ്റർ സിസ്റ്റം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ ഒരു പോഡ്കാസ്റ്റിൽ പറയാനുണ്ട്. ഇപ്പൊ നമ്മുടെ എത്രത്തോളം വെഞ്ചേഴ്സ് ആണ് ഈ സിസ്റ്റത്തിൽ വരുന്നത്, ഈ ഫോർമൽ ഇൻഫ്രാസ്ട്രക്ചർ ടാലന്റ് ഇന്നോവേഷനിലൂടെ വരുന്നതെന്നും. അപ്പൊ അതിൽ ഡീപ് ടെക് ഒരു വലിയ ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്കിപ്പോ 500ഓളം നമ്മുടെ 50 ടീം മെമ്പേഴ്സ് 500ഓളം ടീം മെമ്പേഴ്സിലേക്ക് നമ്മൾ കാണുന്ന ഒരു വലിയ സിസ്റ്റം. അപ്പൊ ടാൽറോപ്പിന്റെ ഈ ഒരു R&D ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു R&D ഡിവിഷൻ ആയിട്ട് നമ്മുടെ ഡിവിഷൻ മാറും. അതിന്റെ ടാലന്റ് ഫോഴ്സ് ആയിട്ട് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഇൻവെന്ററി പാർക്കും R&D ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് വലിയൊരു ഇന്നോവേഷൻ നടക്കും. എനിക്കിപ്പോ അതിൽ പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാര്യം നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴേ എന്ത് കാര്യങ്ങളാണ് ഇവർ സംസാരിക്കണമെന്നുണ്ടല്ലേ ഇവർ പറയുന്ന കാര്യങ്ങൾ, റിസൾട്ടുകൾ സ്പീക്ക് ചെയ്ത് തുടങ്ങും. അതെ അതെ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇപ്പം പറഞ്ഞില്ലേ മറ്റേ ശ്രാവണിന്റെ കോഫൗണ്ടർ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഇതിന് മുന്നൊരിക്കൽ ഹൂയറിന് വേണ്ടിയിട്ട് മറ്റേ ബ്ലഡ് ബാങ്കിന്റെ ടീം പറഞ്ഞ കാര്യം. അവൻ പറഞ്ഞല്ലോ നിന്റെ ഫസ്റ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റർ ഞാനാവാം. 17 വയസ്സുകാരൻ 18 വയസ്സുകാരനോട് പറയണം നിന്റെ ഏഞ്ചൽ ഇൻവെസ്റ്റർ ഞാനാവാം. അപ്പൊ അത് ടാൽറോപ്പിൽ നടക്കുന്ന ചിലപ്പോ നമ്മള് ചിലപ്പോ അത് കുട്ടികളെ വിചാരിക്കും, കുട്ടികളെയല്ല, അത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് നിന്റെ ഏഞ്ചൽ ഇൻവെസ്റ്റർ ഞാനാവാം. മറ്റേ പറഞ്ഞ പോലെ ടാൽറോപ്പിന്റെ 1000 കോടിയുടെ ഒരു സ്റ്റാർട്ടപ്പ് 10 എണ്ണത്തിൽ ഒന്ന് എന്റെ എന്ന് പറയുമ്പോ അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇതില്
ഇപ്പൊ വില്ലേജ് പാർക്കിൽ വരുന്ന കുട്ടികള് അപ്പൊ അവരൊക്കെ വേറെ ലെവലാണ്. വൺ ക്രിയേറ്ററിലെ കുട്ടികളടുത്തൊക്കെ സംസാരിക്കുമ്പോ എന്താണ് അവരുടെ ടോപ്പ് കാര്യം അവർ ആദ്യമായിട്ട് വിശ്വസിച്ചു എന്നുള്ളതാണ്. എനിക്ക് ആമസോൺ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളവർക്ക് അവർക്കൊരു സംശയമില്ല. അവർ പറഞ്ഞ എന്താണ് സാർ ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും സ്റ്റേറ്റ് ആയി നമ്മളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവൻ പറഞ്ഞ എനിക്ക് സാർ എനിക്ക് ആ 13 വയസ്സായിട്ടുള്ളു മനസ്സിലല്ലേ, അവൻ രണ്ടു വർഷമായി അപ്പൊ 13 വയസ്സായിട്ടുള്ളു. അപ്പൊ 5 വർഷം ആകുമ്പോഴേക്ക് ലോകം മൊത്തം എത്തുമല്ലോ. കാര്യം അവർ വരുന്ന സമയത്ത് ഇത്ര ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ 16ാമത്തെ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്ക് ഇവർ കാണുന്ന എന്താണ് ടാലന്റ് ഗ്രൂപ്പ് എന്തായാലും അവർക്ക് വേറെ സംശയമൊന്നുമില്ല. ഇപ്പൊ 2017 മഹാദേവിന്റെ അടുത്ത് അതില് സിയാദിന്റെ അടുത്ത് കാളില് പറഞ്ഞതാണ് ഇതൊന്നും സക്സസ് ഒന്നാവും പോലെ ഇതിപ്പോ പൂട്ടിപ്പോന്ന് പറയാം. പക്ഷെ അവരിപ്പം കാണുമ്പോഴേക്ക് അവരന്ന് വന്ന് ജോയിൻ ചെയ്ത ടാലന്റ് ഗ്രൂപ്പ് ആണ് ഇന്ന് നിൽക്കുന്ന ടാലന്റ് ഗ്രൂപ്പ്. അതെ, അന്ന് ഡ്രോപ്പ് ചെയ്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിഷമങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ 5ാം ക്ലാസ് ശരിക്കും കാര്യം പ്രിവിലേജ് ആണ്. കാര്യം അവർക്ക് ഇതിന്റെ അകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇത് എങ്ങനെയാണ് മഹാദേവ് ആകേണ്ടത്, സിയാദ് യാസർ അതിലേക്ക് ആകേണ്ടത് എങ്ങനെയാന്ന് അവർക്കറിയാം. നമ്മുടെ ജൂനിയർ R&Dയിലൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇനി ലോട്ടറിയാണ്. ഇത്രയും വലിയ സിസ്റ്റം ഫുൾ എക്സ്പോസ് ചെയ്യാം, വന്നിട്ട് എന്തും ചോദിക്കാം. എല്ലാവരും വിചാരിക്കണം അമേരിക്ക പൈസ ഉണ്ടായിരുന്നല്ല, ടാലൻസ് ഉണ്ടാണ്. ടാലൻസ് തന്നെയാണ് സംഭവം. ആ ടാലൻസിന് അവരെ വളരാനുള്ള ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളത് തന്നെയാണ് സംഭവം. എന്തായാലും നമ്മുടെ R&Dയിലൊക്കെ ഒരുപാട് ഇന്നോവേഷൻസ് നടക്കട്ടെ. നമ്മുടെ ഹെൽത്ത് കെയറിലൊക്കെ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കട്ടെ. ഓക്കെ, അപ്പം അവനെയൊക്കെ നമുക്ക് ഹെൽത്ത് കെയറിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എൻ്റെ ടീമിനെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ R&D ഇരുന്നതുപോലെ നമുക്ക് ടീമിനെ വെച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ് നമുക്ക് എന്തായാലും വർക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് എന്റെ ഗസ്റ്റുകളായിട്ട് വന്ന അജീഷിനും ഡോക്ടർ ആവണിക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.